بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله وكفى وسلام على عباده الذين اصطفى وآل كل والصحابة ومن اقتفى ما بعد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت إليه أنيب ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم. പ്രിയ സഹോദരങ്ങളെ, മഹാനായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരസ്യമായ പ്രവർത്തനം തുടങ്ങിയപ്പോഴും മഹാഭൂരിപക്ഷവും കഠിനമായ എതിർപ്പുകളൊന്നും തുടങ്ങിയിട്ടില്ല. ചുരുക്കം ചില ആളുകളൊക്കെ വിമർശിക്കുന്നു എന്നതൊഴിച്ചാൽ. പക്ഷേ 4-ാം വർഷം, നബുവത്തിന്റെ 4-ാം വർഷമായപ്പോൾ ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അവരാരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളുടെ കഴിവുകളും അവരുടെ വിഡ്ഢിത്വവും തുറന്നു പറഞ്ഞുകൊണ്ടുള്ള പരാമർശങ്ങൾ വന്നപ്പോഴാണ് കഠിനമായ എതിർപ്പും അക്രമങ്ങളും തുടങ്ങിയത്. അങ്ങനെ ഹിജറ 5-ാം വർഷം ഹബശയിലേക്ക് ആദ്യ സംഘം പോയ വിവരം നമ്മൾ പറഞ്ഞു. അതിൽ 12 പുരുഷന്മാരും 6 സ്ത്രീകൾ അല്ലെങ്കിൽ 5 സ്ത്രീകളുമാണ്. അങ്ങനെ 17-18 ആളുകൾ ഉൾക്കൊള്ളുന്ന സംഖ്യമാണ് പോയത്. അതിനെ സംബന്ധിച്ച് ഇന്നലെ നമ്മൾ പരാമർശിച്ചു. അത് കഴിഞ്ഞ് ആളുകൾ വീണ്ടും ഇസ്ലാമിലേക്ക് ആകർഷിച്ച് വന്ന് 38 പുരുഷന്മാർ യോഗ്യരായ ആളുകൾ മക്കയിൽ തന്നെ മുസ്ലിങ്ങളായുണ്ട്. പക്ഷേ അന്ന് സഫയുടെ താഴ്വരയിൽ, ഇന്ന് അത് മസ്ജിദുൽ ഹറാമിന്റെ ഉള്ളിൽ പെട്ടുപോയി, സഫാ മറുവിന്റെ ഇപ്പുറം മസ്ജിദുൽ ഹറാമിന്റെ തൊട്ട് കിഴക്ക് ഭാഗത്തായിട്ട് അർഖം ഇബ്നു അബുൽ അർഖം എന്ന് പറയുന്ന ഒരു സ്വഹാബിയുണ്ട്. അദ്ദേഹത്തിന്റെ പിതാവ് അബുൽ അർഖം കണ്ണിന് കാഴ്ചയില്ലാത്ത ആളാണ്. അർഖം റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിൽ വിശ്വസിച്ചു. ആ വീട്ടിന്റെ സാഹചര്യം അനുകൂലമായതുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വീട്ടിലാണ് രഹസ്യമായി പ്രബോധനം നടത്തിയിരുന്നത്. എന്ന് പറഞ്ഞാൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെയൊക്കെയുള്ള ആളുകൾ വ്യക്തിപരമായി ആളുകളെ സമീപിച്ച് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അനുകൂലമാണെന്ന് കാണുമ്പോൾ നബി തങ്ങളെ കൊണ്ടുവന്ന് നേരിട്ട് സംസാരിക്കുന്നതും ഇസ്ലാമിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് നേരിട്ട് പറയുന്നതും ഈ ദാറുൽ അർഖമിൽ വെച്ചിട്ടാണ്. ഇതിങ്ങനെ പോകുമ്പോൾ ഒരു 10-38 ആള് യോഗ്യരായ പുരുഷന്മാർ തന്നെ ഉള്ളൊരു സാഹചര്യം വന്നപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നബി തങ്ങളോട് പറഞ്ഞു, നബിയെ, നമ്മൾ ഹക്കിന്റെ മാർഗത്തിൽ ജീവിക്കുന്നു, അവര് ബാത്തിലാണ്. ബാത്തിൽ ഇവിടെ പരസ്യമായി പബ്ലിക്കിൽ ആചാരങ്ങളും നടപടികളും പ്രചരണങ്ങളും ഒക്കെ നടത്തുന്നു. ഹക്കിന്റെ അഹ്ലുകാരായ നമ്മൾ എന്തായി ഒളിഞ്ഞിരിക്കുന്നതിൽ രഹസ്യം? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഹ്നുൽ യൗമ ഖലീലൂൻ, ഇന്ന് നമ്മൾ ചെറിയ ന്യൂനപക്ഷമാണ്. ഈ ന്യൂനപക്ഷം പരസ്യമായി പ്രബോധനത്തിന് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായും പ്രകോപിതരായ ഭൂരിപക്ഷത്തിന്റെ കഠിനമായ ആക്രമണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ കുറെ കൂടി ശാന്തരായി മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. എങ്കിലും സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നിർബന്ധത്തിന് വഴങ്ങി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും മസ്ജിദുൽ ഹറാമിൽ ഒരുമിച്ച് കൂടി. ഒന്നിച്ചു കൂടിയൊക്കെ അല്ല, അതിനുള്ള ധൈര്യമൊന്നും വന്നില്ല. ഓരോ സഹാബിയും അവരവരുടെ ഗോത്രക്കാർ ഒരുമിച്ച് കൂടി. അങ്ങനെയാണ് അവരുടെ സ്വഭാവം. രാവിലെ എല്ലാവരും ഒരുമിച്ച് കൂടും. അതിൽ ഓരോ ഗോത്രത്തലവന്മാരും അവരുടെ കൂടെ ആ ഗോത്രത്തിൽപ്പെട്ടവരും ഉണ്ടാവും. അങ്ങനെ സഹാബാക്കൾ എല്ലാവരും ഓരോരുത്തർ അവരവരുടെ ഗോത്രത്തിലായി മസ്ജിദുൽ ഹറാമിൽ ഒരുമിച്ച് കൂടി.
സീലറാമിൽ ആളുകൾ തടിച്ചുകൂടി എന്ന് കണ്ടപ്പോൾ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് പരസ്യമായി ദീനീ ദഅവത്തിന് വേണ്ടിയിട്ട് പ്രബോധന പ്രസംഗം ചെയ്യുന്നു. ആദ്യമായി അങ്ങനെ ഒരു പ്രബോധന പ്രസംഗം പരസ്യമായി ചെയ്തത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ആണ്. തൗഹീദിനെ കുറിച്ചും റിസാലത്തിനെ കുറിച്ചും ദീനിന്റെ ആവശ്യകതയെക്കുറിച്ചും ഇന്ന് നിലകൊള്ളുന്ന ഈ ശിർക്കിന്റെയും കുഫ്രിയത്തിന്റെയും ബുദ്ധിശൂന്യതയെക്കുറിച്ചും അതിലെ അപാകതകളെക്കുറിച്ചും വ്യക്തമായി സംസാരിച്ചപ്പോൾ സ്വാഭാവികമായും ആദ്യം കേൾക്കുന്ന ഒരു ഷോക്കാണ് അവരെ സംബന്ധിച്ചത്. അങ്ങനെ ആളുകൾ പ്രകോപിതരായി സടകുടഞ്ഞെഴുന്നേറ്റ് മുസ്ലിങ്ങളാണെന്ന് അറിയപ്പെട്ട അതത് ഗോത്രങ്ങൾ അവരവരുടെ ഗോത്രത്തിൽപ്പെട്ട മുസ്ലിമീങ്ങളെ തന്നെ മർദ്ദിക്കാൻ തുടങ്ങി. പക്ഷേ എല്ലാ ഗോത്രത്തിലും പെട്ട പ്രകോപിതരായ വലിയൊരു വിഭാഗം ആളുകൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണല്ലോ പരസ്യമായിട്ട് പ്രബോധനം നടത്തി. മഹാനവറുകളുടെ സമീപം നേരിട്ട് വന്നു. അങ്ങനെ ചുറ്റുഭാഗത്തു നിന്നും കഠിനമായ മർദ്ദനം, സഹിക്കവയ്യാത്ത മർദ്ദനമേറ്റ് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വീണുപോയി. വീണ സമയത്ത് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ ഉത്ബത്ത് ബിൻ റബീഅ എന്ന് പറയുന്ന ധിക്കാരി വീണ് കിടക്ക് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നെഞ്ഞിൽ കയറിയിരുന്ന് അയാളുടെ കാലിലുണ്ടായിരുന്ന ഒരു ചെരുപ്പെടുത്ത് മുഖത്ത് ശക്തിയായി പ്രചരിച്ചു. മൂക്ക് പൊട്ടി മൂക്കിൽ നിന്ന് രക്തം ധാരധാരയായി വന്നു. മുഖവും മൂക്കും വേർതിരിച്ചറിയാൻ പറ്റാതായി. അങ്ങനെ ബോധരഹിതനായി കണ്ടപ്പോ അതുവരെ ബനൂ തൈമുകാർ നിശബ്ദരായിരിക്കുക. കാരണം എന്താ? അവര് ചെറിയൊരു കബീല, വലിയ പ്രമുഖരതിലുണ്ടെങ്കിൽ പോലും അംഗബലം കൊണ്ടിട്ട് വളരെ ചെറിയ കബീലയാണ്. അപ്പൊ അവർക്ക് ബാക്കിയുള്ള എല്ലാവരോടും കൂടി എതിർക്കാനുള്ള പ്രാപ്തിയില്ല. അവരുടെ കൂട്ടത്തിൽ പ്രമുഖനാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവെങ്കിലും. പക്ഷെ ബോധം കെട്ട് ചോരൊലിക്കുന്നത് കണ്ടപ്പോ അവര് വന്നു. അവര് വന്ന് ഉത്ബത്തിനെ തള്ളി മാറ്റി. എന്നിട്ട് അവരൊരു പ്രതിജ്ഞ എടുത്തു, അബൂബക്കറിന് ജീവഹാനി സംഭവിക്കുകയാണെങ്കിൽ ഉത്ബത്തിന്റെ പകരം ഞങ്ങൾ കൊന്നിട്ടല്ലാതെ ബനൂ തൈമിൽപ്പെട്ട ഒരു ആൺകുട്ടി വെള്ളം കുടിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവർ പ്രതിജ്ഞ ചെയ്തു. അപ്പോൾ വിഷയം കളി വിട്ട് കാര്യത്തിലായി എന്നതിന് എല്ലാവരും നാല് ഭാഗവും പിരിഞ്ഞുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്ത് അവരും പിരിഞ്ഞുപോയി. ബനൂ തൈമുകാര് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ താങ്ങിയെടുത്ത് സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി കിടത്തിയിട്ട് അവർ പറഞ്ഞു, ഞങ്ങളിങ്ങനെ ശപഥം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഉമ്മനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളൊന്ന് നോക്കി ശുശ്രൂഷകളൊക്കെ ചെയ്ത് വല്ല വെള്ളമൊക്കെ കൊടുത്ത് ബോധം തെളിയുന്നോ നോക്കുക. ഇല്ല, മരിക്കുകയാണെങ്കിൽ ഞങ്ങൾ ആ ശപഥം പാലിക്കുക തന്നെ ചെയ്യും. അങ്ങനെ വൈകുന്നത് വരെ രാവിലെ ബോധം രഹിതനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വൈകുന്നത് വരെയും ബോധം തെളിഞ്ഞില്ല. അതുവരെ ബനൂ തൈമുകാരും പിരിഞ്ഞു പോകാതെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ തടിച്ചുകൂടിയിരുന്നു. വൈകുന്നേരമായപ്പം മെല്ലെ കണ്ണു തുറന്ന് ജീവനുണ്ട് എന്ന് കണ്ടപ്പോൾ എല്ലാവരും പിരിഞ്ഞുപോയി. പിരിഞ്ഞു പോയ സമയത്ത് പ്രിയപ്പെട്ട മാതാവ് ഉമ്മുൽ ഖൈർ എന്ന സൽമാ ബീവിയ അവര് പറഞ്ഞു, മോനെ വെള്ളം കുടിക്കേ. വെള്ളം കുടിക്കെന്ന് പറഞ്ഞപ്പോ ആദ്യം സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചത്, മാ ഫൈല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രാവിലെ ബോധം കെട്ടിട്ട് വൈകുന്നത് വരെയും ബോധരഹിതനായി കിടന്ന് ഓർമ്മ വന്ന ആദ്യം ചോദിച്ച ചോദ്യം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്ത് സംഭവിച്ചു? കാരണം എന്താ? ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകാൻ കാരണം നബി തങ്ങളുടെ ഹക്കായ ദീൻ പിന്തുടർന്നതും അത് പരസ്യമായി പ്രബോധനം ചെയ്തതുമാണല്ലോ. തന്നെ ഈ നിലക്ക് മർദ്ദിച്ച ജനങ്ങൾ എന്തായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉപദ്രവിക്കാതിരിക്കില്ല എന്ന് മനസ്സിലാക്കിയ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങൾക്ക് എന്തോ ഗുരുതരമായി സംഭവിച്ചിട്ടുണ്ടോ എന്നറിയാനുള്ള ആകാംക്ഷയാണ് സ്വന്തം ജീവനേക്കാൾ
മൂക്കിൽ നിന്നിട്ട് ചോരൊഴുകി തളർന്ന് ബോധം കെട്ട് വൈകുന്നേരം വരെ കിടന്ന മനുഷ്യൻ ഒരു തുള്ളി വെള്ളം കുടിക്കാതെ മാഫൈർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചോദിച്ചപ്പോൾ ആ ഉമ്മ, നിസ്സഹായായ ഉമ്മ പറഞ്ഞു, മോനെ എനിക്കറിയില്ല, ഞാൻ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നില്ലല്ലോ, ഞാൻ വീട്ടിലിരിക്കുന്നതല്ലേ. നിന്റെ ഉപ്പാക്കാണെങ്കിൽ അവർക്ക് അന്ന് തന്നെ വയസ്സനായിട്ട് കണ്ണ് കാഴ്ചയില്ല, ഉപ്പയും തന്നെ കാഴ്ചക്കുറവുള്ളത് കൊണ്ടിട്ട് പുറത്തു പോകലില്ലല്ലോ, അതുകൊണ്ട് അത് നമുക്ക് അന്വേഷിക്കാം, നീ വെള്ളം കുടിക്കുകയെന്ന് പറഞ്ഞു. വെള്ളം കുടിക്കുകയെന്ന് പറഞ്ഞപ്പോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല പറഞ്ഞു, അള്ളാഹുവാണ് സത്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് അറിഞ്ഞാലും പോരാ, എനിക്ക് തങ്ങളെ നേരിൽ കാണണം, അതുവരെ ഞാൻ വെള്ളം കുടിക്കില്ല. ആ ഉമ്മ കുറെ വാത്സല്യപൂർവ്വം പറഞ്ഞു, മോനെ നീ വാശി പിടിക്കല്ലേ, ഈ വയസ്സായ ഉമ്മയെ നീ വിഷമിപ്പിക്കല്ലേ, നമുക്ക് അന്വേഷിക്കാം, നീ ഇപ്പോൾ വെള്ളം കുടിക്കുക തീർത്തു പറഞ്ഞു. പറഞ്ഞത്, എൻ്റെ നബിയും മുഹമ്മദ് എവിടെയെന്ന് മോനെ എനിക്കറിയില്ലല്ലോ എന്ന് പറഞ്ഞവൻ പറഞ്ഞു, നിങ്ങൾ ഫാത്തിമ ബിൻത് ഖത്താബ്, ഉമ്മു ജമീല എന്ന് പറയും, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ സഹോദരി ഫാത്തിമ ബിൻതുൽ ഖത്താബ്, സയ്യിദ് ബിൻ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു ആണ് അദ്ദേഹത്തെ അവരെ വിവാഹം കഴിച്ചത്. അവർ രണ്ടുപേരും മുസ്ലിംകളാണ്. അപ്പോ ഫാത്തിമക്കറിയാ എന്നാണ്. അങ്ങനെ ഉമ്മ അധികം ദൂരത്തല്ല അവരുടെ വീട്, അന്വേഷിച്ചിറങ്ങി ചെന്നിട്ട് പറഞ്ഞു, മോളെ എൻ്റെ മോൻ അബൂബക്കർ അദ്ദേഹം പരിക്കേറ്റ് കിടക്കുകയാണ്, വെള്ളം കുടിക്കാൻ പറഞ്ഞിട്ട് കുടിക്കുന്നില്ല, മുഹമ്മദിനെ പറ്റി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, എവിടെയെന്ന് ചോദിച്ചപ്പോൾ നിനക്കറിയാന്ന് പറഞ്ഞു, അതുകൊണ്ട് എൻ്റെ മോള് എന്തെങ്കിലും ഒരു വിവരം ഉണ്ടെങ്കിൽ അതൊന്ന് പറയാം. അപ്പൊ അക്കാലത്തൊക്കെ സ്വകാര്യം, ആർക്കും അറിയില്ല പുറത്ത് ആരൊക്കെ മുസ്ലിം എന്നുള്ളത്, തമ്മിൽ സഹാബാക്കൾക്ക് അറിയല്ലാതെ ബാക്കിയുള്ളവർക്ക് ആർക്കും അറിയില്ല, അത്ര രഹസ്യ. അപ്പൊ ഇവരെ അറിയണ്ട എന്നുള്ള നിലക്ക് അവരും മുസ്ലിം ആയിട്ടില്ല അന്ന് വരെ. ഫാത്തിമ ബിന്ത് ഖത്താബ് പറഞ്ഞു, എന്താണ് ഉമ്മുൽ ഖൈർ നിങ്ങൾ പറയുന്നത്, ഞാൻ വീട്ടിലിരിക്കുന്ന ഒരു പെണ്ണല്ലേ, മുഹമ്മദ് എവിടെ, അബൂബക്കർ എവിടെ, അന്യ ആണുങ്ങൾ അന്വേഷിച്ച് നടക്കണ പണിയാ എനിക്കതൊന്നും അറിയില്ല. അല്ല അബൂബക്കർ പറഞ്ഞു, എന്നോട് ചോദിച്ചാ അറിയുന്ന, അതുകൊണ്ട് ചോദിച്ചതാണെന്ന് പറഞ്ഞു. എനിക്കതൊന്നും അറിയില്ല, എന്നാലും നിങ്ങളെ മോനെ എനിക്കൊന്ന് കണ്ടൂടെ ചോദിച്ചു. നീ ജാബിനകത്തൊന്നും ഇറങ്ങിയിട്ടില്ല കേട്ടോ. ആ കാണാ, നിന്റെ അടുക്കൽ വന്നാൽ വിവരം കിട്ടും എന്ന് പറഞ്ഞിട്ട് ഞാൻ പോകുന്നത്, എങ്ങനെ കൂട്ടി പോന്നു. അങ്ങനെ വന്നത് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആ അവസ്ഥ അങ്ങോട്ട് കണ്ടപ്പം ആകെ മൂക്കൊക്കെ പൊട്ടിയിട്ട് ചോര വന്നിട്ട് ശരീരം ആകെ പരിക്കേറ്റ് കിടക്കുകയാണ്. അത് കണ്ടപ്പം മുഅ്മിനായിരിക്കുന്ന ഒരു മനുഷ്യന് പറ്റിയ സങ്കടത്തിൽ, അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുന്യാൻ എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ കെട്ടിടം പോലെയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ജസദി ഇദസ്തക ഉളൂൻ മിൻഹു തദാഅ ലഹുൽ ജസദു കുല്ലുഹു ബിസ്സഹരി വൽ ഹമ്മാ. സത്യവിശ്വാസികൾ ഒരു ശരീരം പോലെയാണ്. ഒരു കാലിൽ ഒരു മുള്ളു തറച്ചാൽ കാലല്ല, ആ ശരീരം മുഴുവനുമാണ് ആ വേദന സഹിക്കുന്നതും പനിക്കുന്നതും ഉറക്കമൊഴിക്കുന്നതും എന്നതുപോലെ എല്ലാവർക്കും അനുഭവിക്കുന്ന സങ്കടങ്ങളും വേദനകളും സ്വന്തം ശരീരത്തെ പോലെ കാണുന്നു. പരിസരം മറന്നവർ അട്ടഹസിച്ചു പോയി. ഓ അല്ലദീന ഫഅലൂ ബിക ഓ സിദ്ദീഖ്, അബൂബക്കർ, നിങ്ങളെ ഇങ്ങലക്ക് മർദ്ദിച്ചവര് തനി അക്രമികൾ തന്നെയാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ തനിക്കേറ്റ പരിക്കൊന്നും സിദ്ദീഖിനെ സംബന്ധിച്ച് ഒന്നുമല്ല. ചോദിച്ചു, ഫാത്തിമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെ ഉണ്ട്? അപ്പൊ ഉമ്മ അടുത്തുണ്ട്. അപ്പൊ ഫാത്തിമ ഉമ്മാന്റെ അടുത്തേക്ക് ഇങ്ങനെ നോക്കി. അതായത് പുറത്ത് പറയാൻ പാടില്ലാത്ത രഹസ്യമാണ്, ഇത് മുസ്ലിം അല്ലാത്ത ഒരാൾ അറിയാൻ പാടില്ല. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമ്മ മുസ്ലിം ആയിട്ടില്ലെങ്കിൽ പോലും അവരെ കൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല, അവർ നമ്മളെ അനുകൂലിയാണ്, നിങ്ങൾ പറഞ്ഞു. അപ്പോഴും പുറത്ത് പറയാതെ ചെവിട്ടിൽ പതുക്കെ പറഞ്ഞു, ഹുവ ബിഹംദില്ലാഹി അലാ മാ തുഹിബ്ബ്, അൽഹംദുലില്ലാഹ്, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് പോലെ സുരക്ഷിതനാണ്, ഒന്നും സംഭവിച്ചിട്ടില്ല. ഉമ്മക്ക് സന്തോഷമായി, ഇനിയെങ്കിലും എൻ്റെ മോൻ വെള്ളം കുടിക്കുമല്ലോ. പക്ഷേ ഉമ്മ പറഞ്ഞു, മോനെ നീ വെള്ളം കുടിക്ക്. ഇല്ലമ്മ, എനിക്ക് ആ കേട്ടാ പോരാ, എനിക്ക് നബിയെ നേരിൽ കാണണം, തങ്ങളുടെ കൈ കൊണ്ട്
വെള്ളം തന്നെങ്കിലേ ഞാൻ കുടിക്കൂ, അല്ലാതെ കുടിക്കില്ല. അപ്പം ഉമ്മ പറഞ്ഞു, മോനെ നീ വിഷമിപ്പിക്കല്ലേ, ഞാൻ ഇപ്പം ആളുള്ള ഇടയിൽ കൂടെ ജനങ്ങൾ അടങ്ങണതിന് മുമ്പ് പുറത്തു പോകാൻ കഴിയില്ലല്ലോ, നമുക്ക് ആളടങ്ങിയിട്ട് പോവാ, നീ ഇപ്പോൾ വെള്ളം കുടിക്കുക. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇല്ല, ഞാൻ എൻ്റെ ഹബീബിനെ കണ്ടിട്ടല്ലാതെ ഞാൻ വെള്ളം കുടിക്കില്ല. വാശി പിടിച്ചു. അങ്ങനെ മഗ്‌രിബ് കഴിഞ്ഞ് അവിടെ ആളുകൾ ശാന്തരാവും. നമ്മളേക്ക് രാത്രി പാതിരക്കൊന്നും ഇറങ്ങൂല, മഗ്‌രിബ് വരെ പുറത്താളുണ്ടാവുള്ളൂ. മഗ്‌രിബ് കഴിഞ്ഞാൽ എല്ലാവരും വീടുകളിലണയും. ആ സമയമായപ്പോൾ നടക്കാൻ വയ്യ. ഒരു ഭാഗം ഉമ്മയും ഒരു ഭാഗം ഫാത്തിമ ബിൻത് ഖത്താബും താങ്ങിപ്പിടിച്ച് വെച്ച് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഇരിക്കുന്ന അബുൽ അർഖമിന്റെ വീട്ടിൽ ഈ മൂന്നാളുകളും എത്തിക്കഴിഞ്ഞു. അങ്ങനെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഒരുമിച്ച് കൂടി സഹാബത്തും ഒരുമിച്ച് കൊടുക്കുന്ന ആ സ്ഥലത്തേക്ക് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെല്ലുന്നു കണ്ടപ്പോൾ, സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈ അവസ്ഥ കണ്ടപ്പം സഹാബാക്കളൊക്കെ കരഞ്ഞുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്തിരുത്തി അവിടുത്തെ ഷർഫാക്കപ്പെട്ട കൈകൊണ്ട് തടകിക്കൊടുത്തു, സമാശ്വസിപ്പിച്ചു. എന്നിട്ട് ആ കൈ കൊണ്ട് കൊടുത്ത വെള്ളമാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു കുടിച്ചത്. എന്നിട്ട് പറഞ്ഞു, നബിയെ, എൻ്റെ ഉമ്മ മോനാവുന്ന എന്നോട് എന്തെന്നില്ലാത്ത സ്നേഹവും വാത്സല്യവുമാണ്. എൻ്റെ നന്മയിൽ എപ്പോഴും രാപ്പകലില്ലാതെ കഠിന പ്രയത്നം ചെയ്യുന്ന ആളാണ് എൻ്റെ ഉമ്മ. പക്ഷെ ഇതുവരെയും എൻ്റെ ഉമ്മാക്ക് ഹിദായത്ത് കിട്ടിയിട്ടില്ല. തങ്ങൾ ഒന്ന് ദുആ ചെയ്താൽ എൻ്റെ ഉമ്മക്ക് ഹിദായത്ത് കിട്ടും. അങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ തന്നെ ദുആ ചെയ്തു. അവിടെ വെച്ച് തന്നെ ഉമ്മ ഷഹാദത്ത് കലിമ ചൊല്ലി ഉമ്മ മുസ്ലിമായി. ഇത്രയും വലിയ നാട്ടിലെ പ്രമുഖനും നേതാവും എല്ലാവരും ആദരിക്കുന്ന ആളുമാവുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലും ഈ നിലക്ക് മർദ്ദിക്കുന്നൊരവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ നിരപരാധികളായ പാവപ്പെട്ട അടിമകളും കുടുംബ പിൻബലമില്ലാത്ത സാധുക്കളുമൊക്കെ ഏത് നിലക്കുള്ള മർദ്ദനമാണ് അനുഭവിച്ചത് എന്ന് അതിൽ നിന്ന് തന്നെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അന്ന് രാത്രി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ അയ്യിദിൽ ഇസ്ലാം ബിഅംർ ബിൻ ഹിശാം ഔ ഉമർ ബിൻ ഖത്താബ്. പടച്ചവനെ, ഒന്നിരിക്കൽ ഹിഷാമിന്റെ പുത്രൻ അംർ, നമ്മൾ അബൂജഹൽ എന്ന് അറിയണേ, ഹിഷാമിന്റെ പുത്രൻ അംറിനെ കൊണ്ടോ അതല്ലെങ്കിൽ ഖത്താബിന്റെ പുത്രൻ ഉമറിനെ കൊണ്ടോ, രണ്ടും അമ്മാവനും മരുമകനുമാണ്. അബൂജഹലിന്റെ പെങ്ങളാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മ. അപ്പൊ അമ്മാവനാണ് അബൂജഹൽ, മരുമകനാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു. രണ്ടാളും മക്കത്ത് ചോദ്യം ചെയ്യപ്പെടാത്ത നേതാക്കന്മാരാണ്. ഈ രണ്ടിൽ ഒരാള് ഇസ്ലാമിലേക്ക് വന്നാൽ അത് ഇസ്ലാമിന് വലിയ പിൻബലമാവും, പാവപ്പെട്ട സഹാബാക്കൾക്ക് ഒരു താങ്ങും തണലുമാകും എന്ന നിലക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പ്രാർത്ഥന. അത് അല്ലാഹു തആല കബൂൽ ചെയ്തത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനാണ്. എല്ലാവർക്കും അറിയുന്ന ചരിത്രമായതുകൊണ്ട് അത് ഞാൻ ആവർത്തിച്ച് പറയുന്നില്ല. അങ്ങനെ മഹാനായ ഹംസ റളിയല്ലാഹു തആല അൻഹു അതിൻ്റെ തലേ ദിവസം അല്ലെങ്കിൽ അതിൻ്റെ 2 ദിവസം മുമ്പ് അബ്ബാസ് ബഹുമാനപ്പെട്ട ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാം മതം സ്വീകരിച്ചു. ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ചതോടുകൂടി തന്നെ മുസ്ലിങ്ങൾക്ക് ഒരു ആത്മധൈര്യം ഒരു പരിധി വരെ വന്നിട്ടുണ്ട്. ധൈര്യത്തിലും ശക്തിയിലും ആരെയും കൂസാത്ത വ്യക്തിത്വത്തിലും ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു തആല അൻഹു തുല്യതയില്ലാത്ത ആളായിരുന്നു. അതേ സമയത്ത് അബൂ ത്വാലിബിനെ പോലെയുള്ള നേതൃത്വമോ നാട്ടിൻ്റെ പൊതു അംഗീകാരമോ ഉള്ളതല്ല. വ്യക്തിപരമായ കഴിവിലും ധൈര്യത്തിലും ശക്തിയിലുമുള്ള ആത്മവിശ്വാസം കൊണ്ട് ശത്രുക്കൾക്ക് ഭയമാ. അങ്ങനെയുള്ള ഹംസ റളിയല്ലാഹു അൻഹു വിശ്വസിച്ചതിൻ്റെ 3-ാം ദിവസമാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഇസ്ലാമിക ആശ്ലേഷമുണ്ടായത്. അതോടുകൂടി അത് പിന്നെ വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്ന സംഭവം ആയതുകൊണ്ട് അത് ആവർത്തിക്കാതിരിക്കാൻ. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു കൂടി ഇസ്ലാം മതം സ്വീകരിച്ചപ്പോൾ നേരത്തെ ഈ പൊതുപ്രബോധനത്തിന് പോയപ്പോൾ 38 ആളാണ് പുരുഷന്മാരുണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലോ. ഹിജറ പോയവരല്ല കേട്ടോ. ഹിജറ പോയവരും അതാത് ദിക്കുകളിൽ അവിടെ തന്നെ താമസിച്ചു കൊള്ളാനും പരസ്യമായി ഇസ്ലാമിൻ്റെ പ്രബോധനത്തിന് സാഹചര്യം ഒരുങ്ങുമ്പോൾ മാത്രം വന്നാൽ മതി എന്ന് പറയുന്ന പുറംനാട്ടിലുള്ള വിശ്വാസികളുമൊക്കെ ഉണ്ട്. നബി തങ്ങളുടെ കൂടെ മക്കത്തായിട്ട് പുരുഷന്മാരായിട്ടുള്ളത് ആണ് ഈ പറയുന്നത്. അങ്ങനെ 38 ആളായ സമയത്താണ് ഈ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ മർദ്ദനമേൽക്കുന്ന
പരസ്യമായ പ്രബോധനം ആദ്യം നടന്നത്. അതിനുശേഷം ബഹുമാനപ്പെട്ട ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല അൻഹു, തൊട്ടുപറകെ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവും കൂടി ഇസ്ലാം മതം ആശ്ലേഷിച്ചപ്പോൾ പുരുഷന്മാര് തന്നെ എന്തിനും പോന്ന 40 ആളുകൾ തഴഞ്ഞു. എന്നാ ഇവര് എണ്ണം കുറഞ്ഞത് കൊണ്ടൊന്നും അല്ല പ്രതികരിക്കാത്തത്, അത് നമ്മൾ മനസ്സിലാക്കണം. എണ്ണം കുറഞ്ഞത് കൊണ്ടൊന്നും അല്ല അവരോട് പ്രതികരിക്കാത്തത്, മറിച്ച് ബഹുമാനപ്പെട്ട സഹാബത്ത് പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അനുമതി ചോദിച്ചിട്ടുണ്ട്. അവരിങ്ങനെ വെറുതെ അക്രമമായിട്ട് അന്യായമായിട്ട് കയ്യേറ്റം തഴുമ്പോൾ ഉപദ്രവിക്കുമ്പം ഞങ്ങളൊന്ന് പ്രതിരോധിച്ചുകൂടെ നബിയെ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, സമ്മതം അള്ളാഹു അനുവദിച്ചിട്ടില്ല, ക്ഷമിക്കാനാണ് അള്ളാഹു തആല പറഞ്ഞത്. അങ്ങനെ 70 സന്ദർഭങ്ങളിലായി 70 പ്രതിസന്ധി ഘട്ടങ്ങളിലായി അനുമതി ചോദിച്ചപ്പോഴും 70 പ്രാവശ്യവും അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ ശാന്തരായിരിക്കൂ, സമാധാനിക്കൂ, എടുത്തുചാടണ്ട. ഉപദ്രവങ്ങളൊക്കെ അള്ളാഹുവിന് വേണ്ടിയിട്ടല്ലേ, നമ്മുടെ പരലോകത്തിന് വേണ്ടിയിട്ടല്ലേ, സഹിക്കൂ, ക്ഷമിക്കൂ. അല്ലാതെ നിങ്ങൾ വിചാരിക്കേണ്ട ബഹുമാനപ്പെട്ട സഹാബത്ത് അവിടെവിടങ്ങളിലായിട്ട് പലരും ഉണ്ട്. നബി തങ്ങളുടെ കൂടെ എന്തിനും പോന്ന 40 ആള് വേണ്ട, 4 ആളുണ്ടായാൽ അവർ എന്തും ചെയ്യും. പക്ഷേ നിങ്ങളുടെ അനുമതി കിട്ടാത്തെന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അനുമതിയില്ല. ഇസ്ലാം അക്രമത്തിലൂടെയാണ്, യുദ്ധത്തിലൂടെയാണ് ഇസ്ലാം കെട്ടിപ്പടുത്തത് എന്നും മുസ്ലിം നിലവിൽ വന്നത് എന്നൊക്കെ സത്യനിഷേധികൾ നിർലജ്ജം പറയുന്നുണ്ട്. അവർക്ക് ചരിത്രത്തിനെ പറ്റിയിട്ട് ABCD അറിയില്ല. എവിടുന്ന അവര് ഇസ്ലാം ആയുധം കൊണ്ടിട്ടും വാളുകൊണ്ടും ഇസ്ലാം പ്രചരിപ്പിക്കാൻ ആരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്? ആദ്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒറ്റക്കാണുള്ളത്. നബി തങ്ങൾക്ക് ജ്യേഷ്ഠന്മാരില്ല, അനുജന്മാരില്ല, പങ്ങന്മാരില്ല, അളിയന്മാരില്ല, ആരുമില്ല, ഒറ്റക്കൊരു തടി. പിന്നീട് ഇങ്ങനെ ഓരോരുത്തരായി വന്ന് അവരെയൊക്കെ വെറുതെ അന്യായമായി, തികച്ചും അന്യായമായി കയ്യൂക്കിന്റെ പേരിൽ അടിച്ചമർത്തുകയും കൊലപ്പെടുത്തുകയും മാനഭംഗപ്പെടുത്തപ്പെടുകയും ഒക്കെ ചെയ്തപ്പോഴും ക്ഷമിക്കാൻ നിരന്തരം അള്ളാഹും അവന്റെ റസൂലും ആജ്ഞാപിച്ചതനുസരിച്ച് ക്ഷമ കൈകൊണ്ടു. ഇപ്പൊ ഉമർ റളിയല്ലാഹു തആല അൻഹു അവരൊരു പ്രത്യേക പ്രകൃതിക്കാരൻ തന്നെയാണ്. കഴിഞ്ഞ കൊല്ലം നമ്മുടെ ഖലീഫമാരെ പറ്റി പറഞ്ഞ കൂട്ടത്തിൽ റമദാനിൽ അക്കാര്യം വിശദമായി പറഞ്ഞുകൊണ്ട് ഞാൻ അതിൽ കടക്കുന്നില്ല കൂടുതൽ. എങ്കിലും നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, അലസ്നാ അലൽ ഹഖ് യാ റസൂലല്ലാഹ്, നമ്മൾ സത്യദീനിലല്ലേ നബിയെ? ഖാല ബല, അതെ നമ്മൾ സത്യദീനില. അലൈസു അലൽ ബാത്തിൽ, മറുവശം ബാത്തിലിന്റെ അധികാരല്ലേ? അതെ. ഫഅലാ മനഖ്തഫി, എന്തിന് നമ്മളിവിടെ ഒളിഞ്ഞിരിക്കണം? എന്തിന് ദാറുൽ അർഖമിന്റെ അകത്തളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കണം? ഈ നാട്ടിൽ ജനിച്ചവരാണ് അവരെങ്കിൽ നമ്മളും ഈ നാട്ടിൽ ജനിച്ചവരാണ്. ഇവിടത്തെ തറവാട്ടുകാരാണ് അവരെങ്കിൽ നമ്മളും ഇവിടത്തെ തറവാട്ടുകാരാണ്. ഈ മണ്ണിന്റെ അവകാശം അവർക്കും നമുക്കും ഒരുപോലെയാണ്. എങ്കിൽ നമുക്ക് എന്ത് നെഞ്ഞൂക്കോടുകൂടെ പരസ്യമായി സത്യം തുറന്നു പറഞ്ഞുകൂടാ? താല്പര്യമുള്ളവർ സ്വീകരിക്കട്ടെ, താല്പര്യമില്ലാത്തവർ തള്ളിക്കളയട്ടെ. പക്ഷെ ഈ പ്രബോധനം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല. നമ്മളെ നാടല്ലേ ഇത്, നമ്മളെ തറവാടല്ലേ ഇവിടെ. അവർക്കത് പറ്റുമെങ്കിൽ നമുക്ക് മാത്രം എന്താ പറ്റില്ല പറഞ്ഞു. നമ്മള് അംഗബലം കുറവല്ലേ, പിന്നെ അള്ളാഹുവിന്റെ അനുമതിയും കിട്ടിയിട്ടില്ല. അതല്ല, നമ്മൾ ആരും ഒന്നും ആക്രമിക്കാനല്ല പോകുന്നത്. നമ്മൾ ഈ സത്യം ജനങ്ങളുടെ മുന്നിൽ തുറന്നു പറയാ. താല്പര്യമുള്ളവർ വരട്ടെ, ഇല്ലാത്തവർ വരണ്ട. അങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതിച്ചു. അങ്ങനെ 2 വരിയായി 20 ആളുകൾ വീതം ഓരോ വരിയിൽ അണിനിരന്നു. ഒരു വരിയിൽ ബഹുമാനപ്പെട്ട ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല അൻഹു മുന്നിലിരുന്നു. അടുത്ത വരിയുടെ മുമ്പിൽ ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല. 2 വീരശൂര പരാക്രമികളായ യുവാക്കള് മുന്നിലും ബാക്കി സഹാബത്ത് പിന്നിലുമായി തക്ബീർ ധ്വനികളോടുകൂടി നേരെ മസ്ജിദുൽ ഹറാമിലേക്കാണ് കയറി ചെന്നു. ശത്രുക്കൾ ഇങ്ങനെ നോക്കിയോല് പിന്തിരിഞ്ഞു പോയി. ആരും നേരിടാൻ നിന്നില്ല. കാരണം ഇവര് 40 ആളുണ്ട് എന്നുള്ളത് മാത്രമല്ല, ഉമറും അതുപോലെ ഹംസയും നേതൃത്വം കൊടുക്കുന്ന ഒരു സൈന്യത്തെ നേരിടാൻ എളുപ്പമല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അവര് നേരിടാൻ നിൽക്കാതെ പിന്മാറി.
അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും പരസ്യമായി തന്നെ ചെന്ന് മസ്ജിദുൽ ഹറാമിൽ ചെന്ന് നിസ്കരിച്ചു. അത് കഴിഞ്ഞ് മുസ്ലിങ്ങൾക്ക് പൊതുവെ ഒരു ഇസ്സത്ത്, ആരെയൊന്നും ചെയ്യാനല്ല, നമുക്കൊന്ന് നിസ്കരിക്കണമെങ്കിലും ചെയ്യാലോ എന്നുള്ള, പക്ഷെ അതിനും സമ്മതിക്കുന്നില്ല. നിസ്കരിക്കാൻ മസ്ജിദുൽ ഹറാമിൻ്റെ അടുത്ത് ആർക്കും ഒരു ഉപദ്രവമില്ലല്ലോ. അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹിസ്സലാം നിർമ്മിച്ച കഅബത്തിന്റെ മുന്നിൽ പോയി അള്ളാഹുവിന് സുജൂദ് ചെയ്യാൻ അനുവദിക്കുന്നില്ല, അള്ളാഹുവിന്റെ റസൂലിനെയും സ്വഹാബത്തിനെയും. ഇന്നലെ ഇവിടെ പറഞ്ഞില്ലേ, ഉഖ്ബത്ത് ഇബ്നു അബീ മുഅയ്ത്ത് സുജൂദ് ചെയ്യുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പെരടിക്ക് ചവിട്ടിയതും മറ്റൊരിക്കൽ കുടൽമാല വലിച്ചിട്ടതും ഒക്കെ പറഞ്ഞല്ലോ. ഞാൻ അബൂജഹലും അതിന് തയ്യാറായിട്ടുണ്ട്. പക്ഷെ അബൂജഹലിനോട് കാലി വെക്കാൻ അള്ളാഹു അനുവദിച്ചു കൊടുത്തില്ല. അബൂജഹൽ പറഞ്ഞേക്ക് പരസ്യമായിട്ട് ഒരിക്കൽ പറഞ്ഞു, ആ ലോകമാന്യക്കാരൻ നിങ്ങൾ ഉണ്ടാവും, നമ്മളൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ അവന് സുജൂദ് ചെയ്യാൻ പറഞ്ഞു, തല മണ്ണിൽ പറ്റുക. തല മണ്ണിൽ കുത്തുന്നത് കണ്ടാൽ എന്നോട് പറയണം, ഞാൻ അവനെ കൗത്ത് ചവിട്ടി പൊട്ടിക്കും. അങ്ങനെ അയാൾ പുറപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുന്നത് കണ്ടപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ അങ്ങോട്ട് അടുക്കാൻ കഴിയാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാമിനെ കൊണ്ടും മറ്റ് സബാനിയകളാവുന്ന മലായിക്കത്തിന്റെ സാന്നിധ്യം കൊണ്ടും അല്ലാഹു തആല സംരക്ഷിച്ചു. എന്നാൽ മസ്ജിദുൽ ഹറാമിൽ നിസ്കരിക്കുന്നത് ഇവർ സമ്മതിക്കുന്നില്ലെങ്കിൽ അള്ളാഹ് ഇബാദത്ത് ചെയ്യണമല്ലോ എന്ന നിലക്ക് പാവപ്പെട്ട സഹാബാക്കൾ ഒറ്റപ്പെട്ട മലഞ്ചെരുവുകളിൽ പോയി 2-3 ആളുകൾ കൂടി നിന്ന് ജമാഅത്തായി നിസ്കരിക്കും. ആർക്കും ഒരു ശല്യവും വേണ്ട. അപ്പോഴും നോക്കണം അവരുടെ ധിക്കാരം. ഇത് കേട്ടറിഞ്ഞ് ഇവരെവിടുക്കായി പോകുന്നത്, ഇവരിങ്ങനെ ഒറ്റയും തെറ്റിയായിട്ട് എവിടുക്കാണ് ഈ പോകുന്നത് അന്വേഷിച്ച് നടക്കാം. അങ്ങനെ ഒരു മലഞ്ചെരുവിൽ പോയി സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല ഉൾപ്പെടെയുള്ള 5-6 സഹാബികൾ ഒരു മലഞ്ചെരുവ് പോയിട്ട് നിസ്കരിക്കുക. ആർക്കും ഒരു ശല്യം വേണ്ട. കഅബത്തിങ്ങ് പോയി നിസ്കരിക്കുമ്പോഴല്ലേ ഇവർക്ക് ശല്യമുള്ളൂ. ആരും ഇല്ലാത്ത പോലെ മലഞ്ചെരുവിൽ എന്നാൽ എന്താ, ആ സമയത്ത് ഇവർ എന്നിട്ട് തടയാം. ആ അനുമതിയൊന്നും നോക്കിയില്ല. പിന്നെ അങ്ങനെ ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു അവിടെ കിടക്കുന്നത് കണ്ട ഒരു ഒട്ടകത്തിന്റെ താടിയല്, തല തോല് വിളിച്ചാൽ കിട്ടുന്നുണ്ടല്ലോ, താടിയല് പോലെ വാളുപോലെ ഉണ്ടാവും. ആ താടിയെടുത്ത് നിസ്കാരത്തിൽ തടയാൻ വന്നവനെ നന്നായി ഒന്നാണ് കൊടുത്തു. അവന്റെ ശരീരത്തിൽ ചോരൊലിച്ചു. അപ്പൊ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ആദ്യമായി ഒരു ശത്രുവിന്റെ രക്തമൊലിപ്പിച്ചത് ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. അതിപ്പോ അനുവാദം ഉണ്ടായി ചെയ്തതല്ല, നബി തങ്ങളോട് ചോദിച്ചിട്ട് ചെയ്തതുമല്ല. ഇങ്ങനെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു വീട്ടിന്റെ തൊട്ടുമുറ്റത്ത്, സ്വന്തം സ്ഥലത്ത് വീട്ടുമുറ്റത്ത് ഒരു ചെറിയ കൊച്ചു പള്ളി സ്വന്തം ഉടമയിലുള്ള സ്ഥലത്ത് ഉണ്ടാക്കി രാത്രി സമയത്ത് അതിൽ വെച്ച് ഖുർആൻ ഓതി ദീർഘനേരം നിസ്കരിക്കും. നല്ല ആകർഷകമായ ശബ്ദമാണ് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖിറാഅത്ത്. അതോടുകൂടി ഖുർആൻ ഓതാൻ തുടങ്ങിയാൽ കരയും. അങ്ങനെ രാത്രി സമയങ്ങളിൽ നിശബ്ദമായ അവസരത്തിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിറാഅത്ത്, ഖുർആൻ പാരായണവും ഈ കരച്ചിലും കേട്ടിട്ട് അയൽവശത്തുള്ളൊക്കെ മുശ്രിക്കുകളുടെ ഭാര്യമാരും കുട്ടികളും ഇത് കേൾക്കാൻ നിൽക്കാൻ തുടങ്ങി. ഖുർആൻ ആര് കേട്ടാലും, അവരെ അറബികളല്ലേ, ആര് കേട്ടാലും ഖുർആൻ വല്ലാത്ത ആകർഷകമാണ്. അതിലാകർഷിച്ചു പോവുക. ഇതിവർക്ക് പ്രശ്നമായി പരസ്യമായി ആ പള്ളി പൊളിക്കുകയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. അവസാനം ഗത്യന്തരമില്ല എന്ന് മനസ്സിലാക്കിയപ്പം ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ഹബശ ലക്ഷ്യം വെച്ചുകൊണ്ട് ഹിജ്റ പുറപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു നിഴല് പോലെ താങ്ങുന്നണലുമായി നടക്കുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു വിധത്തിൽ പറ്റുമെങ്കിൽ മക്ക വിട്ടു പോകൂല. നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. പോകുന്ന വഴിയിൽ ബിർക്കുൽ ഹമാദ് എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലം, ഇന്നും ആ സ്ഥലം ബിർക്ക് എന്ന പേരിൽ തന്നെ അറിയപ്പെടുന്നത്, ജിസാനിലേക്ക് പോകുമ്പോൾ ജിസാനിൽ എത്തുന്നതിന് മുമ്പുള്ള ഒരു പ്രദേശമാണ് ബിർക്കുൽ ഹമാദ്. അവിടെ എത്തിയപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ഭാഗത്തൊക്കെ പ്രസിദ്ധനാണ്.
അവിടെ എത്തിയപ്പം ആ പ്രദേശത്തെ സയ്യിദുൽ ഖാറ എന്ന പേരിൽ അറിയപ്പെടുന്ന മാലിക് ബിൻ ദഗിന്ന എന്ന് പറയുന്ന വലിയൊരു നേതാവുണ്ട്. അയാൾ കണ്ടു, അബൂബക്കർ നിങ്ങൾ എങ്ങോട്ടാണ്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കച്ചവടത്തിനെ സാധാരണ പോകാറുള്ളൂ, ഇത് കച്ചവടത്തിന് പോകുന്ന കോലത്തിലല്ലാതെ പോകുന്ന കണ്ടപ്പോഴാ വെച്ച് അവൻ പറഞ്ഞു, എൻ്റെ ജനങ്ങൾ എൻ്റെ റബ്ബാവുന്ന അള്ളാഹുവിൽ വിശ്വസിക്കുന്നതിനും അവനെ ഇബാദത്ത് ചെയ്യുന്നതിനും പ്രതിബന്ധമാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ നാട് വിട്ടു പോവുകയാണ്. അള്ളാഹുവിന് സ്വതന്ത്രമായിട്ട് ഇബാദത്ത് ചെയ്യാൻ ഭൂമിയിൽ എവിടെയെങ്കിലും സൗകര്യം കിട്ടുമല്ലോ, അതിന് പോവുകയാണ്. അപ്പൊ ഇവന് തന്നെ പറഞ്ഞു, പാടില്ല, നിങ്ങൾ പോകാൻ പറ്റൂല. മിസ്ലക ലാ യഖ്റുജു വലാ യുഖ്റജു, നിങ്ങളെ പോലെയുള്ള ഒരു സാമൂഹ്യ പ്രവർത്തകൻ, ഒരു ദീനദയാലു, ഒരു സത്യസന്ധൻ, ഒരു മാന്യൻ, ഒരു പണ്ഡിതൻ, ഈ ഗുണങ്ങളൊക്കെ ഒത്ത നിങ്ങളെ പോലത്തെ ഒരു പരിശുദ്ധ മക്ക വിട്ടു പോവാൻ പാടില്ല. നിങ്ങള് നാട്ടുകാര് നിങ്ങളെ നാട് അടുത്ത് അതും പാടില്ല. അനലഖജാറുൻ, ഞാൻ നിങ്ങൾക്ക് അഭയം തരാം എന്ന് പറഞ്ഞ് അയാളുടെ ഒട്ടകപ്പുറത്ത് കയറ്റി ബിർക്കുൽ ഹമാദിൽ നിന്നിട്ട് മക്ക വരെ അയാൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പോന്നു. വന്നു മക്കയിൽ വന്ന് മസ്ജിദുൽ ഹറാമിൽ വന്ന് കഅബ ഷരീഫ് തവാഫ് ചെയ്തു. ആളുകളൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് പറഞ്ഞു, ഞാൻ മാലിക് ബിൻ ദഗിന്ന, ഞാൻ അബൂബക്കറിന് അഭയം കൊടുത്തിരിക്കുന്നു. ഈ നാട്ടിൽ അദ്ദേഹം ജീവിക്കട്ടെ. അദ്ദേഹത്തെ പോലത്തെ ഒരു നാട് വിട്ടു പോകാൻ പറ്റുമോ? അദ്ദേഹത്തെ നാട് കടത്താൻ പറ്റുമോ? ഇവിടെ നിൽക്കട്ടെ. അപ്പൊ അവര് പറഞ്ഞു, കുഴപ്പമില്ല, ഞങ്ങൾക്ക് അയാളോട് എതിരൊന്നുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, അയാളെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഓതുകയെ നിസ്കരിക്കുക എന്തും ചെയ്തോട്ടെ, അത് അയാളുടെ സ്വാതന്ത്ര്യമാണ്, അയാളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്, അത് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ പള്ളിയിൽ വന്ന് പരസ്യമായിട്ട് ജനമധ്യത്തിൽ അത് ഞങ്ങൾ അനുവദിക്കൂല. ഞാൻ അയാളെ വീട്ടുമുറ്റത്ത് തന്നെ പള്ളി നിർമ്മിച്ച് ഞങ്ങളുടെ കുട്ടികളെയും സ്ത്രീകളെയും വഴിതെറ്റിക്കാൻ പരസ്യമായിട്ടുള്ളൊരു ഓത്ത്, ഒരു ആരാധന, അത് ഞങ്ങൾ സമ്മതിക്കില്ല. ഇത് നിങ്ങൾ കരാറിയിച്ചോളി. അയാളെ റബ്ബിനെ ഇബാദത്ത് ചെയ്തോട്ടെ, അയാളെ വേദം അയാൾ പാരായണം ചെയ്തോട്ടെ, പക്ഷെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല. അങ്ങനെ ഇബ്നു തന്നെ പറഞ്ഞു, നിങ്ങൾ കേട്ടില്ലേ, നിങ്ങൾ ഇവിടെ നിന്നോളൂ, നിങ്ങൾക്ക് ആരും എതിരുണ്ടാവില്ല, നിങ്ങൾ ഓതുന്നോടത്തോളം ഓതുക, ഇബാദത്ത് ചെയ്യുക, എന്തും ചെയ്തോളി, പരസ്യമായിട്ട് ചെയ്യാൻ മതി. തൽക്കാലം ആ കരാർ സ്വീകരിച്ച് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു കുറച്ച് ദിവസം അങ്ങനെ തന്നെ ഇബാദത്ത് ചെയ്തു. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് നിസ്കരിക്കുന്നതും ഓതുന്നതും ഒരു മനസ്സിന് സന്തോഷം പോരാ. അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു തആല വീണ്ടും വീട്ടുമുറ്റത്ത് ഒരു കൊച്ചു പള്ളി നിർമ്മിച്ച് ആ പള്ളിയിൽ വെച്ച് ഖുർആൻ ഓതാനും നിസ്കരിക്കാനും പരസ്യമായി തുടങ്ങി. ഇപ്പൊ ഇവർക്ക് ഒന്നും ചെയ്യാനും വയ്യല്ലോ. ഇബ്നു ദഗിന്ന അമാൻ കൊടുത്ത ആളല്ലേ. ഉടനെ ഇവര് ബിർക്കുൽ ഹമാദിലേക്ക് ആളയച്ചു. ഇതാ ഇബ്നു ദഗിന്ന, നിങ്ങൾ അഭയം കൊടുത്ത ഒരാളെ ഉപദ്രവിക്കുക എന്നത് നമ്മുടെ ഗോത്രമഹിമനുസരിച്ച് ചേർന്നതല്ല. നിങ്ങളൊരു മാന്യനാണ്, അതുകൊണ്ട് അത് ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ നിങ്ങളോട് ചെയ്ത കരാർ അബൂബക്കർ ലംഘിച്ചിട്ടുണ്ട്. വീട്ടിനകത്ത് നിന്ന് ആരാധിക്കാനേ നമ്മൾ സമ്മതം കൊടുത്തിട്ടുള്ളൂ. ഇപ്പോൾ അയാൾ വീട്ടുമുറ്റത്തൊരു പള്ളിയെടുത്ത് പരസ്യമായി ഗ്രന്ഥം പാരായണം ചെയ്യും, ആരാധന നടത്തുകയും ചെയ്യുന്നു. ഞങ്ങളുടെ സ്ത്രീകളും കുട്ടികളും ഇത് കണ്ട് വഴിവഴിച്ചു പോകുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരു പക്ഷേ പഴയതുപോലെ വീട്ടിനകത്ത് നിന്ന് ആരാധിക്കാൻ പറയുക, അതല്ലെങ്കിൽ നിങ്ങളുടെ അമാന് തിരിച്ചേൽപ്പിക്കാൻ പറയുക. അയാൾ രണ്ടാമത് വന്നു. ആഴ്ചകൾ എടുക്കണം അവിടുന്ന് യാത്ര ചെയ്തോടെ എത്തണമെങ്കിൽ. വന്നിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സമീപിച്ചിട്ട് പറഞ്ഞു, അബൂബക്കർ, നമ്മൾ തമ്മിലുള്ള കരാർ നിങ്ങൾക്കറിയാവല്ലോ. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് എത്ര പാരായണം ചെയ്താലും ആരാധിച്ചാലും ആരും നിങ്ങളെ ഉപദ്രവിക്കില്ല. നിങ്ങൾ ഈ പരസ്യമായിട്ട് ഇത് ചെയ്യല്ലേ, അതുകൊണ്ട് നാട്ടുകാർക്ക് അതിനോട് യോജിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഒരു പക്ഷേ നിങ്ങൾ കരാർ പ്രകാരം വീട്ടിനകത്തുനിന്ന് ആരാധിക്കുക, അതല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തന്ന അമാന് എനിക്ക് തിരിച്ചു തരിക. കാരണം ഞാൻ ഒരു വ്യക്തിക്ക് അമാന് കൊടുത്തിട്ട് അയാൾ ഉപദ്രവിക്കപ്പെടുക എന്ന് പറയുന്നത് എൻ്റെ പ്രതാപത്തിന് ചേർന്നതല്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ എൻ്റെ റബ്ബിനെ ഇബാദത്ത് ചെയ്യുന്ന എവിടെ നിന്നാണെന്ന് തീരുമാനിക്കുന്നത് എൻ്റെ അവകാശമാണ്. നിങ്ങളുടെ അമാനല്ലേ, നിങ്ങൾക്ക് ഞാൻ തിരിച്ചു തന്നു, എനിക്ക് എൻ്റെ നിങ്ങൾ അമാനിൻ്റെ ആവശ്യമില്ല. ഞാൻ എൻ്റെ റബ്ബാവുന്ന തമ്പുരാൻ്റെ
അമാനിൽ വിശ്വസിച്ചിരിക്കുന്നു. അങ്ങനെ തിരിച്ചുവിട്ടു. അങ്ങനെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു പിന്നീട് അവിടെ തന്നെ കഴിഞ്ഞുകൂടി. ഉമർ റളിയല്ലാഹു അൻഹു ഈ മുദ്രാവാക്യമൊക്കെ കഴിഞ്ഞു പോയി ഒന്നും ചെയ്തില്ലല്ലോ. മൂപ്പര് പറഞ്ഞു, നബിയെ, ഞാൻ ഒരുപാട് മജ്‌ലിസുകളിൽ നിന്ന് നിങ്ങളെ സഹാബത്തിനെ ഉപദ്രവിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ പോയിട്ട് ഞാൻ ഈ ദീനിന്റെ സന്ദേശം പരസ്യമായി പറയും. ഞാൻ ഈ ദീനിന്റെ പേരിൽ ആരെയൊക്കെ എവിടെയൊക്കെ വെച്ചോ ആക്രമിച്ചോ അവിടെ നിന്നൊക്കെ എന്നെ ആക്രമിക്കപ്പെടട്ടെ. അപ്പോഴേ ഞാൻ നേരത്തെ ചെയ്ത അവിവേകതക്ക് പ്രായശ്ചിത്തമാവുകയുള്ളൂ. അത് നിങ്ങളെ സൗകര്യം പോലെ, പക്ഷെ അള്ളാഹുവിന്റെ കൽപ്പനയില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. നേരെ പോയി പലരോടും ചെന്നിട്ട് പറഞ്ഞു. ഓര് പറയാ സഭാ മതം മാറിയെന്ന. ഓരോരുത്തർ ചങ്ങായിമാരെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞ്, ചങ്ങായി ഞാൻ മതം മാറിയാണ്. മോത്തുക്കൊന്ന് നോക്കിയാൽ പിന്നെ ഒന്നും മിണ്ടൂല. ഇതൊരു കോലം കിട്ടുന്നില്ലല്ലോ എന്ന് കരുതി മൂപ്പരെന്താക്കി, നാട്ടിൽ വലിയൊരു ഏഷണിക്കാരുണ്ട്. ഇവരോട് എന്ത് സ്വകാര്യം പറഞ്ഞാലും അവർ പബ്ലിഷ്. ഇവനെ വിളിച്ച് എടുത്തിട്ട്, നോക്കിയടാ, ഞാൻ എന്നോട് സ്വകാര്യം പറയാൻ വിളിച്ചാൽ ആരോട് പറയല്ലോ പറഞ്ഞു. കാരണം എന്നാലേ ഒന്ന് പറയുള്ളൂ. അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, നോക്കിയാൽ ഞാൻ മുഹമ്മദിൻ്റെ അടുത്ത് പോയിട്ട് ഇന്നലെ മതം മാറിയാണ്. ഓൽക്ക് മുസ്ലിമായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മതം മാറി എന്ന് അറിയണം. ഞാൻ മതം മാറി. സത്യം ചോദിച്ച്, ആ സത്യം എന്ന് പറഞ്ഞു. അത് കേട്ടതോടുകൂടി ഇയാൾ അവിടെ വന്നിട്ട് ഉറക്കം അട്ടാസ്റ്റാണ് വിളിച്ച് പറഞ്ഞു, ഖുറൈശികളെ, ഉമർ മതം മാറിയിരിക്കുന്നു. അതോടുകൂടി ചുറ്റും തടിച്ചുകൂടിയ എല്ലാ ഗോത്രക്കാരും കൂടി ഓടിയടുത്ത് വരുന്നോനെ പറഞ്ഞ അടി തന്നെ, കൂട്ടത്തല്ല്. വരുന്നോര് ഇങ്ങോട്ട് എത്തുമ്പോക്ക് ഓല് ഇങ്ങോട്ട് അടിക്കാൻ നിൽക്കില്ല. അടിച്ച് അടി എന്ന് പറഞ്ഞാൽ ഒരു 1.5 അടിയാ. അപ്പോഴാണ് അബൂജഹൽ ഇങ്ങനെ വരുന്നത്. എന്താണ് അവിടെ കുഴപ്പം, എന്താ പ്രശ്നം? ഇന്ന ഉമറഖദ് സബാർ, ഉമർ മതം മാറിയാണ്. ഇന്ന് സബഫമ ചോരയാണ്. ഓ മതം മാറിയാണ്, നിങ്ങൾക്ക് എന്താ ചോദിച്ചു? നോക്കിയാണ് ഇതുവരെ അതിൻ്റെ പേരിൽ എല്ലാവരെയും ആക്രമിക്കാൻ നടന്ന വലിയ ലീഡർ അബൂജഹൽ സ്വന്തം മംഗളവാന് ആൾക്കാർ ഉപദ്രവിക്കുന്നത് കണ്ടപ്പം ഇന്ന് സബഫമ, ഓ മതം മാറിയേക്കട്ടെ, നിങ്ങൾക്ക് എന്തേ മാറി നിൽക്കുക. ആൾ കൈകൊണ്ടൊന്നും ഇങ്ങനെ ഇടാക്കിയിട്ടുള്ളൂ. എല്ലാവരും മാറി നിന്നു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ സഹോദരി പുത്രൻ ഉമറിന് ഞാൻ അഭയം കൊടുത്തിരിക്കുന്നു. ഞാനൊന്നും ചെയ്യാൻ വയ്യല്ലോ. അങ്ങനെ 2-3 ദിവസമൊക്കെ ഇങ്ങനെ നടന്നു നോക്കി, ആരും ഒന്നും ചെയ്യണില്ല. അതിൽ പോയിട്ട് നേരെ പോയിട്ട് പറഞ്ഞു, അമ്മൂങ്കാക്ക, നിങ്ങളെ അമ്മാനൊന്നും എനിക്ക് വേണ്ട, എനിക്ക് എൻ്റെ റബ്ബാവുന്ന അള്ളാൻ്റെ അമ്മാനുണ്ട്, നിങ്ങളുടെ അമ്മാൻ നിങ്ങൾ തിരിച്ചെടുത്തോളി. മോനെ അത് വേണ്ട, നമ്മളെ നാട് എനിക്ക് അറിഞ്ഞൂടെ, ബുദ്ധിമുട്ടല്ലേ അത്, ഞാൻ അമ്മാൻ തന്നോണ്ട് എനിക്കെന്താ, അവിടെ നോട്ടെ, മാടക്കാക്ക എനിക്ക് ആവശ്യമില്ല, നിങ്ങളെ അമ്മാൻ്റെ ആവശ്യം എനിക്കില്ല. അങ്ങനെ നിർബന്ധിക്കേണ്ട, അവിടെ നിന്നോട്ടാ. വേണ്ടക്കാക്ക നിങ്ങളെ അമ്മാൻ എനിക്ക് വേണ്ടാന്ന്, എനിക്ക് എൻ്റെ റബ്ബാവുന്ന അള്ളാൻ്റെ അമ്മാന് മതി. അങ്ങനെ നിർബന്ധിതനായപ്പോൾ ഇയാൾ വന്നിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ അമ്മാന് പിൻവലിച്ചിരിക്കുന്നു. മൂപ്പരാഗ്രഹത. അങ്ങനെ ഏതൊക്കെ മജ്‌ലിസിൽ വെച്ച് ഏതൊക്കെ സഹാബിയെ പണ്ട് ഉപദ്രവിച്ചോ അവിടെയൊക്കെ തിരിച്ച് ഉപദ്രവിക്കുകയും ഇങ്ങോട്ട് ഉപദ്രവം ഏൽക്കുകയും ചെയ്ത്, അതൊക്കെ മൂപ്പര സ്വന്തമായിട്ടോ, അതിനൊന്നും നബി തങ്ങൾ കൽപ്പിച്ചതല്ല. അത് ആദ്യം മനസ്സിലാക്കണം. അത് ഓരോരുത്തരുടെ ഓരോ പ്രകൃതിയാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്പോഴൊക്കെ ശാന്തമായി ദഅവത്ത് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടക്ക് ഒരു നല്ല പ്രഭാതത്തിൽ എല്ലാവരും പള്ളിയിൽ തടിച്ചു കൂടിയിട്ടുണ്ട്. രണ്ടും കൽപ്പിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂറത്ത് വന്നജ്മി ഓതി. എല്ലാ സൂറത്തും ആകർഷകമാണെങ്കിലും വന്നജ്മിക്ക് പ്രത്യേക ഒരു ആകർഷണീയത ഉണ്ട്. വന്നജ്മി ഓതുന്ന് കേട്ട് എല്ലാവരും നിശബ്ദരായി ശാന്തരായിരുന്നു. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ നബി തങ്ങളുടെ ശബ്ദത്തിന് സമാനമായ വശ്യമധുരമായൊരു ശബ്ദം വേറെയില്ല.
ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ശബ്ദമായിരുന്നു പൂർവികരിൽ ഏറ്റവും ആകർഷകമായ ശബ്ദം. ഒഴുകുന്ന പുഴവക്കത്ത് വന്ന് സബൂർ വായിച്ചാൽ സബൂറിന്റെ വായനയുടെ ഈണത്തിൽ വെള്ളത്തിന്റെ ഒഴുക്ക് നിൽക്കുമായിരുന്നു. മരുപ്രദേശത്ത് ചെന്ന് സബൂർ വായിച്ചാൽ പക്ഷിക്കൂട്ടങ്ങൾ കൂട്ടമായി വന്ന് ചിറക് വിടർത്തി ഇങ്ങനെ നിശ്ചലമായ അന്തരീക്ഷത്തിൽ നിൽക്കുമായിരുന്നു. മലഞ്ചെരുവുകളിൽ പോയി സബൂർ വായിച്ചാൽ കാട്ടിലുള്ള വന്യമൃഗങ്ങൾ വന്ന് തടിച്ചുകൂടി നിശബ്ദമായി കേട്ടിരിക്കുമായിരുന്നു. പ്രകൃതിയെ തന്നെ തന്നിലേക്ക് ആകർഷിക്കാൻ മാത്രം വശ്യമധുരമായിരുന്നു ദാവൂദ് നബി അലൈഹി സ്വലാമിന്റെ ശബ്ദമെങ്കിൽ അതിനേക്കാൾ എത്രയോ സുന്ദരമായ ശബ്ദമാണ് ഹബീബ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സുന്ദരവും വശ്യമധുരവുമായ ആ ശബ്ദത്തിൽ വന്യജിമിങ്ങനെ ഓതിയപ്പം അറിയാതെ ഖുറൈശികളങ്ങനെ അതിൽ ലയിച്ചു പോയി. അങ്ങനെ അവസാനം വന്നജിമി സൂറത്തിലെ സുജൂദിന്റെ ആയത്ത് ഓതുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിലാവത്തിന്റെ സുജൂദ് ചെയ്യുകയും ചെയ്തപ്പോൾ അറിയാതെ ഖുറൈശികൾ ഒന്നിച്ച് സുജൂദ് ചെയ്തു പോയി. അവിടെ ഇനി കുറെ കഥ ഉണ്ട്, ആ കഥയൊക്കെ വല്ലാണ് മാറ്റിവെക്കുക. അത് പണ്ട് അമേരിക്കയിൽ 70കളിൽ എലിജ മുഹമ്മദൊക്കെ ഇസ്ലാമിലേക്ക് വന്ന അക്കാലത്ത്, അവിടെ പൂർണ്ണ ഇസ്ലാമൊന്നും വന്നിട്ടില്ല അക്കാലത്ത്. അക്കാലത്ത് ഒരു വേൾഡ് മുസ്ലിം സ്റ്റുഡൻസ് അസോസിയേഷൻ്റെ ഒരു സമ്മേളനം അമേരിക്കയിൽ നടന്ന ഒരു ചരിത്രമുണ്ട് പത്രത്തിൽ. ഈ ന്യൂസ് റിപ്പോർട്ട് ചെയ്യാൻ വന്ന റിപ്പോർട്ടർമാരിൽപ്പെട്ട ഒരാൾ അയാൾ അനുഭവം പറയാം. കറുപ്പും വെളുപ്പും വേറെ, കറുത്തവൻ്റെ ഹോട്ടൽ വേറെ, വെളുത്തവൻ്റെ ഹോട്ടൽ വേറെ, കറുത്തവൻ്റെ സ്കൂൾ വേറെ, വെളുത്തവൻ്റെ സ്കൂൾ വേറെ. ഇന്നും മാറ്റം വന്നിട്ടില്ല അമേരിക്കയിലത്. ആ കാലത്ത് പാകിസ്ഥാനിയുണ്ട്, ഇന്ത്യക്കാരനുണ്ട്, അറബിയുണ്ട്, അതിൽ തന്നെ ഫലസ്തീനുണ്ട്, സിറിയക്കാരനുണ്ട്. എല്ലാ ലോകത്തിൻ്റെ ഭാഗങ്ങളിലുള്ള എല്ലാ പ്രദേശത്തുള്ള വിദ്യാർത്ഥികളുടെയും പ്രതിനിധികളുണ്ട്. ഇയാളിങ്ങനെ സമ്മേളനം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ബാങ്ക് കൊടുത്തു. ബാങ്ക് കേട്ടപ്പോൾ കുട്ടികളെല്ലാം നിശബ്ദരായി ബാങ്കിന് ഇജാബത്ത് കിടക്കാൻ തുടങ്ങി. അങ്ങനെ ഇഖാമത്ത് കൊടുത്ത് ഇമാമ മുന്നിൽ കയറി നിന്ന് ഈ എല്ലാ കുട്ടികളും തോളോട് തോള് ചേർന്ന് സഫായി നിന്ന് ഇമാമ തക്ബീർ കെട്ടിയപ്പോൾ ഒരു യന്ത്രം കണക്കെ പിന്നിലിരിക്കുന്ന ഈ വിദ്യാർത്ഥികളെല്ലാം തക്ബീർ കെട്ടി. അങ്ങനെ റുക്കോയിൽ പോയപ്പോൾ കൂട്ടത്തിൽ ഒന്നിച്ച് റുക്കോ എത്തിയതാൽ ഇയാൾ പറയാ, ഒരു റക്കായത്ത് ഞാൻ കണ്ടു, ബാക്കി 3 റക്കായത്ത് ഞാൻ നിസ്കരിച്ചു. എങ്ങനെയെന്ന് എനിക്കറിയില്ല. കാരണം അതിൽ ലയിച്ചു പോയി. നമ്മൾ ഫുട്ബോൾ കളി കാണുമ്പോണ്ടല്ലേ, ഗാലറിയിൽ ഇരുന്ന് ഫുട്ബോൾ കളി കാണുമ്പോഴേ നമ്മളറിയാതെ കളിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൻ്റെ ആളായി മാറും. നമ്മൾ പോകുമ്പോൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാവില്ല, ഒരു ഗ്രൂപ്പിൻ്റെ ആൾ അതിൽപ്പെട്ട ഒരു പ്ലെയറെ നമ്മൾക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും അയാൾ. എന്നിട്ട് അയാൾ ഇങ്ങനെ ഓടുമ്പോൾ നമ്മളെ തലങ്ങനെ നമ്മളിതൊന്നും അറിയണില്ല, ബേക്കിരിക്കണോനാണ്. അതിൻ്റെ ഇടക്ക് ഒരു തട്ട മറ്റോ പൊന്ത് തട്ടുമ്പം മുന്നിരിക്കണോരെ തലമ്പരയ്ക്കാണ്. സോറി കേട്ടോ, ഞാൻ അറിയാതെ പറ്റിയതാണ്, പറഞ്ഞിട്ടേ ഇല്ല. അത് ഇതിൽ ലയിച്ചു പോവുകയാണ്. ഈ നിലക്ക് ആകർഷകമായ ആ ഖിറാത്തിന്റെ വശ്യമധുരമായ ആ ഖിറാത്തിൽ ലയിച്ചിരുന്ന ഈ ജനങ്ങൾ അതിനോടൊപ്പം നബി തങ്ങൾ ചെയ്ത ആ സുജൂദിൽ അറിയാതെ സുജൂദ് അങ്ങ് ചെയ്തു പോയി. ഈ വാർത്ത നാട്ടിൽ പ്രചരിച്ചു. എന്താ പ്രചരിച്ച്? മക്കക്കാര് മുഴുവനും മോമിനായി. ഇപ്പൊ ആരും അവിടെ മുശ്രിക്കായിട്ടില്ല. എല്ലാവരും ഖുർആൻ ഓതുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊപ്പം സുജൂദ് ചെയ്യുകയും നിസ്കരിക്കുകയൊക്കെ ചെയ്യാൻ തുടങ്ങി. സന്തോഷമായല്ലോ. അപ്പൊ നേരത്തെ അഭിഷേകം പോയ കൂട്ടരില്ലേ 18 ആൾക്കാർ ഓര് മനസ്സിലാക്കി എന്തിനാണ് ഇപ്പൊ അന്യ നാട്ടിൽ ഈ അഭിഷേകളെ നാട്ടിൽ വന്ന് കഷ്ടപ്പെട്ട് ജീവിക്കണേ. നമ്മളെ നാട്ടിൽ തന്നെ നല്ല സന്തോഷകരമായിട്ട് എല്ലാവരും മുസ്ലിം ആയെങ്കിൽ തിരിച്ചു പോകും. അങ്ങനെ രാജാവിനോട് സമ്മതം വാങ്ങി ഈ 18 ആളുകളും മക്കയിലേക്ക് തിരിച്ചു വന്നു. സത്യത്തിൽ അവർ ഇസ്ലാമിനോട് ഒരു അനുഭവവും ഇല്ല, ഇസ്ലാമിൽ അവർക്ക് കടന്നിട്ടുമില്ല. ഇതറിയാതെ അങ്ങനെ സംഭവിച്ചു പോയൊരു സുജൂദ എന്ന് മാത്രമല്ല, പുറം നാടുകളിൽ ഇസ്ലാം അതിശീഘ്രം വളർന്നുകൊണ്ടിരിക്കുന്നതും
ദൈനംദിനം മക്കയിൽ തന്നെ അംഗസംഖ്യ വർദ്ധിക്കുന്നതും കണ്ട് കലി പൂണ്ട ഖുറൈശികൾ പൂർവോപരി ശക്തിയായി മർദ്ദനങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് പാവപ്പെട്ട സുമയ്യ റളിയല്ലാഹു തആല അൻഹയെയും ബഹുമാനപ്പെട്ട യാസിർ റളിയല്ലാഹു അൻഹുവിനെയൊക്കെ മനുഷ്യത്വരഹിതമായ നിലക്ക് ഹൃദയശൂന്യരായ അവര് കൊലപ്പെടുത്തി ഇനിയും ഒരാളുകളെ ചവങ്ങളാക്കി. ഇങ്ങനെ മർദ്ദനം കൂടുതൽ ശക്തിയായപ്പോ വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു, മക്കളെ, അല്ലാഹു തആല നമുക്കൊരു ഫത്ഹ് തരും, അതുവരെ നിങ്ങൾ ഹബശയിലേക്ക് തന്നെ പോയിക്കോളൂ. തൽക്കാലം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അവിടെ ഉണ്ടല്ലോ. മറ്റൊരു ബാബ് അള്ളാഹു തആല ഫത്ഹ് ചെയ്യും, അതുവരെ നിങ്ങൾ അങ്ങോട്ട് തന്നെ പോയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഹിജ്റ 6-ാം വർഷം അല്ലെങ്കിൽ 7-ാം വർഷം രണ്ടാമത്തെ ഹിജ്റ ഇതേ ഹബശയിലേക്ക് പോയി. പക്ഷേ നേരത്തെ പോയതുപോലെയല്ല, ആളുകൾ വളരെ കൂടി. ബഹുമാനപ്പെട്ട സഹാബാക്കൾ 101 പേരാണ്. രണ്ടാമത്തെ യാത്രയിൽ പുരുഷന്മാരും സ്ത്രീകളും കൂടി 83 പുരുഷന്മാരും 18 സ്ത്രീകളും ഉൾക്കൊള്ളുന്ന 101 അംഗസംഘമാണ്. നേരത്തെ 18 ആളാണ് പോയെങ്കിൽ ഇപ്പോൾ 101 പേര് വീണ്ടും ഹബശയിലേക്ക് തന്നെ. ഇങ്ങനെ പ്രശ്നങ്ങളായി ഇതിനൊരു പരിഹാരം കാണാൻ വേണ്ടി ഒരുപാട് നീക്കങ്ങൾ ഖുറൈശികളുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഒരിക്കൽ ഇവരുടെ പ്രധാന പ്രതിനിധികളെല്ലാം ഒരുമിച്ച് കൂടിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് നേരെ വന്നിട്ട് പറഞ്ഞു, മുഹമ്മദേ, ഈ നാട്ടിൽ ഞങ്ങളെല്ലാം പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ഒരു നല്ല മനുഷ്യനാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് എന്തൊരു വിഡ്ഢിത്വമാണ്. നമ്മുടെ വാപ്പപ്പാപ്പന്മാർ, നമ്മുടെ ഗോത്രകൾ, നമ്മുടെ നാട്ടുകാർ ഇന്ന് വരെ ചെയ്തതൊക്കെ തനി വിഡ്ഢിത്വമാണ് എന്നും അതൊക്കെ ബുദ്ധിശൂന്യമാണെന്നും പറഞ്ഞ് സ്വന്തം നാട്ടിനെയും സമൂഹത്തെയും ഇന്നലക്ക് അവമതിക്കുന്ന ഒരാളെ ലോകത്ത് വേറെ കേട്ടിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഇതെന്താണ്, നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധി ആഗ്രഹിച്ചുകൊണ്ടാണോ ഇത് ചെയ്യുന്നത്? എങ്കിൽ നിങ്ങൾ വിഷമിക്കണ്ട, ഖുറൈശികളാവുന്ന ഞങ്ങൾ മുഴുവൻ സമ്പത്തും ശേഖരിച്ച് നിങ്ങൾക്ക് മതിവരുവോളം സ്വത്ത് തരാം. അങ്ങനെയാണെങ്കിൽ, അതല്ല നേതൃസ്ഥാനം ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ മക്കയുടെ എല്ലാ അർത്ഥത്തിലുള്ള നേതൃസ്ഥാനവും നിങ്ങൾക്ക് തരാം. നിങ്ങളുടെ വാക്കനുസരിച്ചല്ലാതെ ഞങ്ങൾ ഒന്നും ചെയ്യില്ല. അങ്ങനെ ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾക്ക് രാജാവാകണമെന്ന് ആഗ്രഹമുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ കിരീടം വെച്ച് ഞങ്ങളെ രാജാവാക്കിക്കൊള്ളാം. ഇനി അതൊന്നുമല്ല, നിങ്ങൾക്ക് ജിന്നിന്റെ ഉപദ്രവമാണ്, അവർ പറയാം താബീന്ന, നിങ്ങൾ ഈ താബീന്റെ പ്രശ്നമാണോ റഈ? അതാണെങ്കിൽ ഞങ്ങളുടെ സമ്പത്ത് മുഴുവൻ ചെലവാക്കിയിട്ട് ലോകത്ത് നിന്നുള്ള എവിടെ നിന്നുള്ള മന്ത്രവാദികളെ വേണമെങ്കിലും വരുത്തിയിട്ട് ആ രോഗം മാറാൻ വേണ്ടി ഞങ്ങൾ ചികിത്സിച്ചോളാം. എന്നാൽ നമുക്ക് ഈ നാട് ശാന്തമായി മുന്നോട്ട് പോകാമല്ലോ എന്ന മധ്യസ്ഥം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സുഹൃത്തുക്കളെ, നിങ്ങൾ ആ പറഞ്ഞ ഒരു ആഗ്രഹവും എനിക്കില്ല. എനിക്ക് സമ്പത്തിൻ്റെ ആശയില്ല, എനിക്ക് അധികാരത്തിൻ്റെ താല്പര്യമില്ല, എനിക്ക് രാജാവാകാനുള്ള കൊതിയില്ല, എനിക്ക് നിങ്ങൾ ഈ പറഞ്ഞ ഒരു താല്പര്യവുമല്ല. മറിച്ച് അള്ളാഹു എന്നെ റസൂലാക്കി നിയോഗിച്ച് അവൻ കൽപ്പിച്ച സന്ദേശം നിങ്ങൾക്ക് എത്തിച്ചു തരികയും അത് സ്വീകരിക്കുന്നവർക്കുള്ള സവിശേഷം അറിയിക്കാനും തള്ളിക്കളയുന്നവർക്ക് താക്കീത് ചെയ്യാനുമുള്ള ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് നിർവഹിക്കൽ മാത്രമാണ്. നിങ്ങളത് സ്വീകരിക്കാൻ തയ്യാറായാൽ ഇഹത്തിലും പരത്തിലും നിങ്ങൾ ജേതാക്കളും നേതാക്കളുമാവും. മറിച്ചാണെങ്കിൽ ഇഹ പര നഷ്ടം നിങ്ങൾക്ക് വരും. ഇത് സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവൻ നിലനിൽക്കുന്ന കാലത്തോളം ഈ സന്ദേശം പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കും. അള്ളാഹു എന്താണോ തീരുമാനിക്കുന്നത് അത് വരട്ടെ. ആ ദൗത്യം പരാജയപ്പെട്ടു. രണ്ടാമത് വീണ്ടും വന്നവർ, മുഹമ്മദേ, ഞങ്ങളെ വിശ്വാസവും ആചാരമൊക്കെ പിഴവാണെന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. നിങ്ങളത് പിഴവാണെന്ന് നമ്മളിങ്ങനെ അന്യോന്യം കുറ്റപ്പെടുത്തുന്നതിനേക്കാൾ നല്ലത് നമ്മളിതൊരു നീക്കുപോക്ക് ഉണ്ടാക്കിയാൽ നമ്മുടെ നാട് ശാന്താവുമല്ലോ. എന്താ നീക്കുപോക്ക്? ഒരു കൊല്ലം ഞങ്ങളെല്ലാവരും നീ പറയുന്ന ഈ ഒരുവനായ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്തോളാം.
അന്ന് ഞങ്ങൾ ലാത്തനില്ല ഉസ്സനില്ല ഒന്നുമില്ല. പിന്നെ ഒരു കൊല്ലം നിങ്ങൾ എന്താക്കുക, ഈ ലാത്തക്കും ഉസ്സക്കും ഒക്കെ ഇബാദത്ത് ചെയ്യുക. എന്നാൽ നമുക്ക് ഞങ്ങളാണ് ഹക്കിൻ്റെ അയലുകാരാണെങ്കിൽ നിങ്ങൾക്കും രക്ഷപ്പെടാലോ, അല്ല നിങ്ങളാണ് ഹക്കിൻ്റെ അയലുകാരെന്ന് വെച്ചാൽ ഞങ്ങൾക്കും രക്ഷപ്പെടാലോ. അങ്ങനെ ഒരു കൊല്ലം നിങ്ങൾ അള്ളാനെ ഞങ്ങൾ ആരാധിക്കുക, അടുത്ത കൊല്ലം ഞങ്ങളെ ദൈവത്തിന് നിങ്ങൾ ആരാധിക്കുക. അങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുപോക്കായിട്ട് പോയാലോ വെച്ച്, എന്നാലും കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാലോ. അപ്പോഴാണ് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഇറങ്ങിയത്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു. ഇന്ന് വരെ നിങ്ങൾ പൂജിക്കുന്ന, നിങ്ങൾ ആരാധിക്കുന്ന ഈ ബിംബങ്ങൾക്കൊന്നും ഞാൻ ആരാധിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്കറിയാം. ഞാൻ ആരാധിക്കുന്ന ഇലാഹാവുന്ന സമതായ അഹദിന് നിങ്ങൾ ഇക്കാലം വരെ ഇബാദത്ത് ചെയ്തിട്ടില്ല എന്നതും സത്യമാണല്ലോ. എന്നാൽ വലാ അന ആബിദും മാ അബദ്തും വലാ അൻതും ആബിദൂന മാ അഅ്ബുദു. നിങ്ങൾ പറഞ്ഞ കോംപ്രമൈസിനൊന്നും ഞാനില്ല. ഞാൻ എൻ്റെ ഒരുവനായ ഇലാഹാവുന്ന റബ്ബിൻ്റെ ഇബാദത്തിൽ തന്നെ നിലനിൽക്കും. നിങ്ങളുടെ കൂട്ടത്തിൽ ഞാനില്ല. നിങ്ങൾ ഈ കോലത്തിൽ അവിടക്കും. അപ്പോ ആ നീക്കവും പരാജയപ്പെട്ടു. മൂന്നാമത് അവർ അടങ്ങിയിരിക്കല്ല, വീണ്ടും അവർ ഈ ഉപദ്രവങ്ങളൊക്കെ നടത്തുമ്പോഴും അവർ അസ്വസ്ഥരാണ്. പ്രശ്നത്തിനൊരു പരിഹാരം വേണമെന്ന് അവർക്കും താല്പര്യമുണ്ട്. അങ്ങനെ വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ചിട്ട് അവർ പറഞ്ഞു, ഈ വലിയൊരാളല്ലേ, അങ്ങനെയാണല്ലോ പറയുന്നത്, എങ്കിൽ നമ്മുടെ ഈ നാടിൻ്റെ അത്രയും പ്രയാസം നടന്ന ഒരു നാടുണ്ടോ? ചുറ്റുഭാഗം മല, മലയാണെങ്കിലോ കരിമ്പാറ നിറഞ്ഞ മല. നീ വലിയൊരാളാണ്, അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടാൻ ഈ മലകളൊക്കെ ഇവിടെ നിന്ന് അങ്ങോട്ട് മാറ്റിയിട്ട് ഇറാഖിലും ഷാമിലും ഉള്ളതുപോലെ ധാരാളം പുഴകളും തോടുകളും നമ്മുടെ നാട്ടിലുണ്ടാവട്ടെ. അപ്പോൾ ഈ ഇടുങ്ങിയ നാട് വിശാലമാവുകയും നല്ല തോടുകളും പുഴകളും കൊണ്ട് നിറയുകയും ചെയ്യുമ്പം ധാരാളം കൃഷികളുണ്ടായി ഈ നാട് സുഭിക്ഷവും സമ്പൽ സമൃദ്ധവുമായി മാറും. എന്നാൽ കഷ്ടപ്പെട്ട് ഷിതായിലും സൈഫിലും ഷാമിലേക്കും യമനിലേക്കും അബിഷയിലേക്കും ഇറാഖിലേക്കും തെണ്ടേണ്ട ആവശ്യമില്ലല്ലോ. അതൊന്ന് പറയോ? ഞാൻ അതിന് പറ്റൂലെങ്കിൽ നിങ്ങൾ അള്ളാഹ് ബഹുമാനിച്ച അള്ളാഹിൻ്റെ റസൂലാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ നാട്ടിൽ നല്ല ഒരു തോട്ടം, അതിൽ ഈത്തപ്പന, മുന്തിരി, ആപ്പിള് തുടങ്ങി ഷാമിലുണ്ടാവുന്ന എല്ലാ പഴവർഗ്ഗങ്ങളും ഇവിടെ ഉണ്ടാട്ടെ. എന്നിട്ട് നിങ്ങൾക്ക് സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടുമുള്ള ഒരു ബംഗ്ലാവ് ഉണ്ടാട്ടെ. എന്നിട്ട് ആ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ബംഗ്ലാവിൽ താമസിച്ച് വിലസി സുഖസമൃദ്ധമായി ഈ തോട്ടത്തിൽ നിന്നും ഇഷ്ടം പോലെ സമ്പത്തുണ്ടാക്കി ഉപയോഗിച്ച് ഈ അങ്ങാടി തണ്ടാതെ ഞങ്ങളെപ്പോലെ കച്ചവടത്തിന് പോകാതെ നബിയാവുന്ന നിങ്ങൾക്കൊരു പ്രത്യേകത ഞങ്ങൾ കാണട്ടെ. അതൊന്നും അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് ഒരു കോണി വെച്ചിട്ട് ആകാശത്തേക്കാണ് കയറിപ്പോണം. ആകാശത്തേക്കാണ് കയറിപ്പോണം ഞങ്ങൾ നോക്കിയാൽ കാണണം. പോയിട്ട് ആകാശത്ത് പോയിട്ട് ഞാൻ മുഹമ്മദിനെ നിങ്ങളിലേക്ക് റസൂലാക്കി അയച്ചിരിക്കുന്നു എന്ന് ഒരു കടലാസിൽ എഴുതി ഒപ്പിട്ട് 4 മലക്കുകളെ സാക്ഷിയാക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണം. എന്നിട്ട് ഈ കത്ത് കൊണ്ടുപോകുന്ന നിങ്ങൾ വായിക്കുക. ഈ 4 മലക്കുകൾ പറയുന്നത് അള്ളാഹു തആല എഴുതി കൊടുത്തത് തന്നെയാണ്. ഇതേതെങ്കിലും ഒന്ന് ചെയ്തു തരുമോ നിങ്ങൾ? എന്നാ നിങ്ങൾ റസൂലാണെന്ന് വിശ്വസിച്ചോളാം. ഇതിനൊക്കെ ഖുർആൻ ശരീഫ് തള്ളിക്കളഞ്ഞത് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദമായി അതിനെ സംബന്ധിച്ച് സംസാരിക്കുന്നുണ്ട്. ഖുർആനിലേക്കൊന്നും വിശദീകരിച്ച് കിടക്കാൻ സമയമില്ല. ഹൽ കുന്തു ഇല്ലാ ബശറൻ റസൂല. ഉദ്ദേശിച്ച കാര്യങ്ങൾ ഉദ്ദേശിച്ചതുപോലെ നടത്തുക എന്നത് സർവശക്തനായ അള്ളാഹുവിൻ്റെ അധികാരത്തിൽപ്പെട്ടതാണ്. അംബിയാ മുർസലുകൾ എല്ലാവരും ഏത് മുഅ്ജിസത്തുകൾ അസാധാരണ സംഭവങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം അവൻ്റെ അടിമകളാണ് ഞങ്ങൾ. മുർസലീങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ അടിമകളാണ്. അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരമല്ലാതെ ഞങ്ങൾക്കാർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. മറിച്ച് അള്ളാഹു ഹിദായത്തിന് വേണ്ട കാര്യങ്ങൾ
അവലം യക്ഫിഹിം അന്നാ അൻസൽനാ ഇലൈക ഖുർആനൻ യുത്ലാ അലൈഹിം. അക്ഷരാഭ്യാസമില്ലാത്ത, എഴുത്തും വായനയും പഠിച്ചിട്ടില്ലാത്ത, ഒരു ഗുരുവിൽ നിന്നിട്ടും അറിവ് പഠിച്ചിട്ടില്ലാത്ത ഉമ്മിയാവുന്ന നബിതങ്ങൾ ലോകത്തെ അമ്പരപ്പിക്കുന്ന അത്ഭുതങ്ങളുടെ ചെപ്പായ ഖുർആൻ ശരീഫ്, വെറും ഖുർആനിൽ മാത്രം 10,000-കണക്കിന് മുഅ്ജിസത്തുകളുണ്ട്. ഈ ഖുർആൻ അവലം യക്ഫിഹിം അന്നാ അൻസൽനാ ഇലൈക ഖുർആനൻ യുത്ലാ അലൈഹിം, അവർക്ക് വേണ്ടി നിരന്തരം പാരായണം ചെയ്യപ്പെടുന്ന ഖുർആൻ താങ്കൾക്ക് നാം ഇറക്കി തന്നു എന്നൊരൊറ്റ ദൃഷ്ടാന്തം. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർവികരായ അമ്പിയാക്കന്മാരുടെ ഉമ്മത്ത് ആവശ്യപ്പെട്ട മുഅ്ജിസത്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒരു ഡിമാൻഡ് കൊടുക്കാത്ത ആ ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്താൽ നിർബന്ധമായും വിശ്വസിച്ചു കൊള്ളണം, ഇല്ലെങ്കിൽ ഉടനെ നശിപ്പിച്ച് കളയും. അങ്ങനെ ആദ്കാരെ ഹലാക്കാക്കി, സമൂദുകാരെ ഹലാക്കാക്കി, ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ജനതയെ ഹലാക്കാക്കി, ഷുഐബ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനതയെ ഹലാക്കാക്കി. ഇങ്ങനെയുള്ള ദൃഷ്ടാന്തം കണ്ടാലുള്ള പ്രത്യേകത അതാണ്. ചോദിച്ചു കൊടുക്കാൻ അള്ളാഹ്ക്ക് കയ്യല്ല. അത് കിട്ടിക്കഴിഞ്ഞാൽ നിർബന്ധമായും വിശ്വസിച്ചു കൊള്ളണം. പിന്നീട് വീണ്ടും വിചാരത്തിനോ ആലോചനക്കോ ചാൻസ് ഇല്ല. അപ്പോൾ തന്നെ രണ്ടാമതൊരു തീരുമാനം. വിശ്വസിക്കുന്നോ ഇല്ലേ? വിശ്വസിക്കുന്നെങ്കിൽ രക്ഷപ്പെടും, ഇല്ലേ ആലോചിച്ചിട്ട് പറയാന്ന് പറഞ്ഞാൽ അപ്പം ഹലാക്ക് വരും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിനെ ഖിയാമത്ത് നാൾ വരെ പൂർണ്ണമായി നശിപ്പിക്കാതെ നിലനിർത്താനും അവസാനത്തെ ഉമ്മത്താക്കാനും അല്ലാഹു തആല വേണ്ടുക വെച്ചതുകൊണ്ട് ലോക അവസാനം വരെ നിലനിൽക്കുന്ന ദൃഷ്ടാന്തങ്ങളാണ് നബിതങ്ങൾ. ഇതൊക്കെ അന്ന് നിൽക്കണുള്ളൂ. സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിന് ഒരു പാറക്കെട്ടിൽ നിന്നിട്ടും ജീവനുള്ള ഒരത്ഭുത ഒട്ടകത്തെ ഇറക്കി കൊടുത്തു. ആ ഒട്ടകം അവരുടെ മുന്നിൽ വെച്ച് പ്രസവിച്ചു. എന്നിട്ട് വീടാന്തരം കയറി ഇറങ്ങി ഇഷ്ടം പോലെ അവർ പാല് കറന്നെടുത്തു. അവർ ഭക്ഷണം കൊടുത്തില്ല, വെള്ളം കൊടുത്തില്ല, വിശ്വസിച്ചില്ല. ഈ ഒട്ടകത്തെ അവർ ഉപദ്രവിച്ചു. ഒറ്റ അട്ടഹാസം, ഒരു സ്ഫോടന ശബ്ദത്തോടു കൂടി സമൂഹകാർ ഒന്നടങ്കം ലോകത്തിൽ നിന്ന് നിശേഷം നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടു. ഇതാണ് അതിന്റെ പ്രശ്നം. ഇങ്ങനെ വന്നാൽ ആ ചോദ്യം കാണിച്ചു കൊടുത്താൽ വിശ്വസിക്കാതെ പോലെ അപ്പത്തന്നെ ഹലാക്കാക്കും. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ഇവർ ചോദിക്കുന്ന ചില കാര്യങ്ങൾ കാണിച്ചു കൊടുത്തെങ്കിലോ എന്ന് താല്പര്യപ്പെട്ടപ്പോൾ ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ ഇറക്കിക്കൊണ്ട് അല്ലാഹു തആല വഹി അറിയിച്ചു, നബിയെ അവരാവശ്യപ്പെടുന്നത് പോലെ കാണിച്ചു കൊടുക്കണമെന്ന് താങ്കൾക്ക് താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ അള്ളാഹു അതിന് തയ്യാറാണ്. പക്ഷേ ഒരു ഡിമാൻഡ്, അത് ഇറക്കിക്കൊടുത്താൽ ഉടനെ അവർ വിശ്വസിക്കണം, ഇല്ലെങ്കിൽ അവരെ ഞാൻ ഹലാക്കാക്കും. ഇല്ല, ഖുർആൻ പോലത്തെ ബുദ്ധിപരമായ ദൃഷ്ടാന്തങ്ങൾ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ബുദ്ധിപരമായ ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് തങ്ങൾ തൃപ്തിപ്പെടുന്നു എങ്കിൽ അവർക്ക് അല്ലാഹു സാവകാശം നൽകുകയും നാളെ പിറ്റേന്ന് തൗബ ചെയ്യാനും അതല്ലെങ്കിൽ അവരുടെ പിൻതലമുറയെങ്കിലും ഇസ്ലാമിലേക്ക് വരാനും സാവകാശം ലഭിക്കും. ഏതാണ് തങ്ങൾക്ക് താല്പര്യം? ഉടനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇപ്പോൾ ചോദിച്ചത് കാണിച്ചു കൊടുത്തിട്ട് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ ഹലാക്കാക്കലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, മറിച്ച് ചിന്തിക്കാനും വീണ്ടും വിചാരത്തിനും സാവകാശം കിട്ടുകയും നാളെയെങ്കിലും അവർ വിശ്വസിക്കാനും അതില്ലെങ്കിൽ അവരുടെ പരമ്പരയിലെങ്കിലും വിശ്വാസികൾ ഉണ്ടാകാനുമാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു തആല ആയത്തുകൾ കാണിച്ചു കൊടുക്കാൻ. അല്ലാഞ്ഞാൽ പറഞ്ഞതൊന്നും അല്ലാഹു തആലയെ സംബന്ധിച്ച് ഒരു പ്രശ്നമല്ല. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അല്ലാഹു തആലക്ക് അത്രേ ഉള്ളൂ. പക്ഷേ സുന്നത്തുല്ലാഹില്ലത്തി ലാ തബ്ദീല ലികലിമാത്തില്ലാ, അല്ലാഹു തആല പറഞ്ഞാൽ നടപടിക്രമത്തിന് മാറ്റമില്ലാത്ത നടപടിയാണ്. അതുകൊണ്ട് അതൊന്നും പരാജയപ്പെട്ടപ്പോൾ അവസാനം അവരെടുത്ത പണിയാണ് അബൂ ത്വാലിബിനെ സമീപിച്ചിട്ട് പ്രശ്നത്തിന് പരിഹാരം കാണുക. ആദ്യം അബൂ ത്വാലിബിനെ ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ നേതാവാണ്, ഞങ്ങൾ ആദരിക്കുന്ന ആളാണ്, അംഗീകരിക്കുന്ന ആളാണ്, ബഹുമാനിക്കുന്ന ആളാണ്. നിങ്ങളെ മോനാണല്ലോ ഈ ബുദ്ധിമുട്ടൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നത്. ഈ നാട്ടിൽ ഇനി ഉണ്ടാവാൻ വല്ല പ്രശ്നമുണ്ടോ? തമ്മിൽ ജ്യേഷ്ഠനും അഞ്ചനും ശത്രുവായില്ലേ, ബാപ്പി മക്കളും എതിരായില്ലേ, ഉമ്മി മക്കളും ഉണ്ടാതായില്ലേ? ഇതൊക്കെ നിങ്ങളെ മകനുണ്ടാക്കിയ പണിയാണ്. ഈ പ്രശ്നത്തിനൊരു പരിഹാരം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. നിങ്ങളെ മോനോട് മര്യാദയ്ക്ക് വെക്കാൻ പറ. അത് നമുക്ക് വേണ്ട, ഞങ്ങൾ വിഷമിക്കണ്ട, അതൊക്കെ ഞാൻ വേണ്ട പോയിത്തോളാം അറിഞ്ഞു ഒരു പോയി എത്ര കാര്യമാക്കിയൊന്നുമില്ല, കാര്യമാക്കില്ല. അവൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയതുപോലെ തന്നെ അതിൽ രണ്ടാമത് ഭീഷണിയായിട്ട് വീണ്ടും വന്ന് അബൂ ത്വാലിബിന്റെ അടുക്കൽ ഭീഷണിയായിട്ട് വന്നു. നിങ്ങൾ പിന്തുണച്ചിട്ടാണ് മുഹമ്മദ് ഈ കളിയൊക്കെ ഇവിടെ കളിക്കുന്നത്. നിങ്ങൾ ഞങ്ങളെ നേതാവ് അല്ലെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരുമായിരുന്നു. ഈ വയസ്സുകാലത്ത് ഞങ്ങളെ നേതാവുന്ന നിങ്ങളെ വിഷമിപ്പിക്കേണ്ട എന്നുള്ള നിലക്കാണ്. അതുകൊണ്ട് ഞങ്ങളൊരു കാര്യമുണ്ട്, ഉമർ ഇബ്നുൽ വലീദ് എന്ന് പറയുന്ന മക്കയിലെ ഏറ്റവും ഇസ്സത്തുള്ള
സുന്ദരനായ ബുദ്ധിജീവിയായ ഒരു യുവാവുണ്ട്, നിങ്ങളെ മകന് പകരം ഞങ്ങൾ ഓനത്തരാം, നിങ്ങളെ മകനായിട്ട് പോറ്റിക്കോളി, മുഹമ്മദിനോട് വിട്ടു തന്നാൾ, ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. അപ്പോൾ അബൂ ത്വാലിബ് പറഞ്ഞു, ഈ വയസ്സുകാർ നിങ്ങൾ എന്ത് ബുദ്ധിശൂന്യത ഈ പറയുന്നത്? എൻ്റെ മോനെ നിങ്ങൾക്ക് കൊല്ലാൻ തരിക, എന്നിട്ട് നിങ്ങളെ മോനെ ഞാൻ കഞ്ഞി കൊടുത്ത് പോറ്റാന്നാ? നിങ്ങളെ മോനെ കഞ്ഞി കൊടുത്തിട്ട് ഞാൻ പോറ്റുക, എന്നിട്ട് എൻ്റെ മോനെ നിങ്ങൾക്ക് കൊല്ലാൻ വിട്ടുതരാന്നോ? എന്താ നിങ്ങൾ ഈ പറഞ്ഞു ചോദിച്ചു? അല്ല, ഞങ്ങൾ എന്തെങ്കിലും ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകണമെന്നുള്ള ആൾക്കാണ് പറയുന്നത്. നിങ്ങൾ ഇടപെട്ടാൽ മുഹമ്മദിനെ നിയന്ത്രിക്കാൻ കഴിയും, ഇത് നിങ്ങൾ രണ്ടാലൊന്നിപ്പം പറയണം, നിങ്ങൾ നിയന്ത്രിക്കോ ഇല്ലേ, അതറിഞ്ഞിട്ട് ബാക്കി കാര്യം എന്ന് പറഞ്ഞു. ഇവർ പോയി. അപ്പോൾ വയസ്സായും ചെയ്തിട്ടുള്ള ആൾക്ക് വയ്യാണം, സാമ്പത്തികമായിട്ട് നല്ല പരാധീനതയുണ്ട്. അപ്പം ഇനി ഇവരെല്ലാവരും കൂടി എതിരായ എന്താവും എന്നുള്ളൊരു ചിന്തയിൽ ഇവർ തങ്ങളെ അടുത്ത് വിളിപ്പിച്ചു. നേരത്തെ ഒന്നും മിണ്ടിയിട്ടില്ല, അടുത്ത് വിളിപ്പിച്ചിട്ട് പറഞ്ഞു, മോനെ നിങ്ങൾക്കറിയാലോ നമ്മളെ നാട്ടുകാരുടെ അവസ്ഥ, അവർ വല്ലാതെ പ്രകോപിതരായിരിക്കുകയാണ്, അവരെല്ലാവരും ഒറ്റക്കെട്ടാണ്. മൂത്താപ്പാക്ക് വയസ്സായി വയ്യാന്ന് നിനക്കറിയാലോ, എന്നോട് താങ്ങാൻ കഴിയാത്ത ഭാരം എൻ്റെ മോനെ എൻ്റെ പെരടിയിൽ വെക്കല്ലേ, അത്രേ പറഞ്ഞിട്ടുള്ളൂ. ദൈവത്തെ അടുത്തണ്ട പ്രബോധനം ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. മൂത്താപ്പ വയസ്സായി വയ്യാതായില്ലേ മോനെ, ഈ വയ്യാത്ത കാലത്ത് മൂത്താപ്പാക്ക് താങ്ങാൻ കഴിയാത്ത മാറ്റം മൂത്താപ്പാൻ്റെ പെരടിയിൽ വെച്ച് കെട്ടല്ലേ എന്നേ പറഞ്ഞുള്ളൂ. അതുവരെ പറയാത്തൊരു വാക്കായതുകൊണ്ട് നബി തങ്ങൾക്ക് വലിയ സങ്കടമായി. മൂത്താപ്പ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, മൂത്താപ്പ ഇത് എൻ്റെ വകയല്ല ഞാനീ പറയുന്നത്, എന്നെയും നിങ്ങളെയും പടച്ചു പോറ്റുന്ന റബ്ബിൻ്റെ റസൂലാണ് ഞാൻ, റബ്ബ് ആജ്ഞാപിക്കുന്നത് പറയുകയല്ലാതെ എൻ്റെ വക ഞാൻ ഒന്നും പറയുന്നില്ല. ഇവിടെ വല്ലാഹി ലൗ വളഉ ഫീ യമീനി അശംസ വഫീ ശിമാലി അൽ ഖമറ, അവരെനിക്ക് അത് തരാ ഇത് തരാന്നൊക്കെ പറഞ്ഞല്ലോ, എൻ്റെ വലത്തെ കയ്യിൽ സൂര്യൻ എടുത്തു വെച്ച് തന്ന് ഇടത്തെ കയ്യിൽ ചന്ദ്രനും വെച്ച് തന്നാലും മാ തറക്തു ദഅവത്തല്ലാഹ്, അല്ലാഹുവിൻ്റെ ദീനിലേക്കുള്ള ദഅവത്ത് ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറില്ല. വല്ലാഹി ഇന്നല്ലാഹ ലയുതിമ്മു നൂറഹു വലൗ കരിഹൽ മുശ്രികൂൻ, ഈ ബഹുദൈവ വിശ്വാസികൾ എന്തൊക്കെ പ്രതിഷേധിച്ചാലും അള്ളാഹു അവൻ്റെ ഹിദായത്തിൻ്റെ വെളിച്ചമാവുന്ന ആ നൂറ് ഇവിടെ പൂർത്തിയാക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞപ്പോഴേക്ക് മൂത്താപ്പ കൈവടിയാണ് തോന്നി. സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞുപോയി. അത് കണ്ടപ്പം മൂത്താപ്പാക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അന്ന് വരെ നബി തങ്ങളെ കണ്ണീര് കാണാനത്തെ അങ്ങനെ വാത്സല്യത്തിൽ പോറ്റിയ മൂത്താപ്പ ഇപ്പൊ ഈ ഒരു വാക്ക് മൂത്താപ്പിങ് മാറിയോ എന്ന് പേടിച്ചിട്ടാണ് നബി തങ്ങൾ കരഞ്ഞു പോയത്. ആ കരച്ചിൽ കണ്ടപ്പം അടുത്ത് വിളിച്ചു, മോനെ നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, വല്ലാഹി ലൻ യസിലൂ ഇലൈക ബിജംഇഹിം ഹത്താ ഉവസ്സദ ഫിത്തുറാബി റമീമാ. എൻ്റെ പ്രിയപ്പെട്ട മോനെ നീ ഒന്നും ബേജാറാണ്ട, വയസ്സാണെങ്കിൽ ഈ മൂത്താപ്പാൻ്റെ റൂഹ് പിരിഞ്ഞ് മയ്യത്ത് കൊണ്ട് കബറിലാണ്ട് വെക്കുന്നത് വരെ മക്കത്ത് മൂത്താപ്പ അറിയേ ഒരു മണൽത്തരി എൻ്റെ മോൻ്റെ മെത്ത് പോകൂല. ഇഷ്ടമുള്ളത് പറഞ്ഞോ, നിന്റെ സൗകര്യം പോലെ ചെയ്തോ, ഒന്നും ചെയ്യൂല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തായാലും തങ്ങളെ അവർക്ക് വിട്ടുകൊടുക്കൂല. അപ്പോൾ അള്ളാഹുവിൻ്റെ ഹിക്മത്ത് നോക്കണേ, സമ്പത്ത് കൊണ്ടും ആരോഗ്യം കൊണ്ടും ധീരത കൊണ്ടും ഒക്കെ ഈ അബൂ ത്വാലിബിൻ്റെ 10 മടങ്ങ് ഇപ്പുറത്തുണ്ട് ഹംസ റളിയല്ലാഹു അൻഹു. പക്ഷേ മുസ്ലിം ആയതോടുകൂടി അവർക്ക് വിലയില്ലാതായി. അബൂ ത്വാലിബും അങ്ങനെ തന്നെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന കലിമത്ത് ഷഹാദത്ത് ചൊല്ലി ഇസ്ലാം ദീനിൽ മെമ്പർഷിപ്പ് എടുത്താൽ പേപ്പട്ടിനെ എറിഞ്ഞോല്ലോ പോലെ എറിഞ്ഞോല്ലോ. ഓൽക്ക് നേതൃത്വത്തിന് പേടിയില്ല. കാരണം എന്താ, ഇപ്പൊ ഓല നേതാവാ. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താ. അങ്ങനെ ഈ സംരക്ഷണം കൊടുക്കാൻ കഴിയൂ എന്നതുകൊണ്ട് നബി തങ്ങളുടെ ദീൻ ഹക്കാണെന്നും സത്യത്തിലേക്കാണ് വിളിക്കുന്നതെന്നും കളവൻ്റെ മോൻ പറയില്ല എന്നും പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞ ആളാണ് അദ്ദേഹം. പക്ഷേ കലിമത്തു ഷഹാദത്തിന് ചെല്ലിയാൽ പുറത്ത് മെമ്പർഷിപ്പ് കിട്ടിയാൽ പിന്നെ മറ്റൊരു വില വെക്കാതിരുന്നാൽ നബി തങ്ങളുടെ സംരക്ഷണത്തിന് പ്രശ്നവും. അല്ലാഹു തആല അപ്പുറത്ത് തന്നെ അയാളവിടെ നിർത്തി. ഈ പ്രതിസന്ധിയിലാണ് ഖുറൈശികൾ കൂടി ബഹിഷ്കരണ കരാർ, ബനു ഹാഷിമിനെയും ബനു മുത്തലിബിനെയും ബഹിഷ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള കരാർ ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കി നാളെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.